ചിലർ മാറ്റി നിർത്തപ്പെടുകയും ചിലർ മാത്രം വരികയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് താഴെത്തട്ട്. ഞാൻ ആ സമയത്ത് ചർച്ച ചെയ്യാതിരുന്നൊരു കാര്യം, എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു എനിക്കുണ്ട്. അതെന്താണ് എന്നെനിക്കറിയില്ല. അത് ഞാൻ കൂടുതൽ അതൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല. അതുകൊണ്ടാണ് പാർട്ടി വിളിക്കുമ്പോൾ പോകണം ഒരു നിലപാടിലേക്ക് ഞാൻ. നമസ്കാരം, പഴയ ഡിബേറ്റിലേക്ക് സ്വാഗതം. പാലക്കാട് എല്ലാവർക്കും ചുമതല നൽകി, എനിക്ക് മാത്രം ചുമതല നൽകിയില്ല. എല്ലാവരെയും ഉൾക്കൊള്ളണം. കോൺഗ്രസിൽ തീരുമാനമെടുക്കുന്നവർക്കെതിരായി ചാണ്ടി ഉമ്മൻ പരസ്യമായി പ്രതികരിച്ചത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ആളാൻ പോകുന്ന കനലാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വാചകം ചാണ്ടി ഉമ്മൻ വഴി പുറത്തെത്തിച്ചത് പാർട്ടി നേതൃത്വത്തിനെതിരെയുള്ള പടയൊരുക്കമാണ് എന്നതിലും സംശയമില്ല. ആലോചിച്ചുറച്ച നീക്കം. ഈ നീക്കം KPCC പ്രസിഡന്റ് K സുധാകരനെതിരെയോ അതോ പാലക്കാട് പട നയിച്ച VD സതീശനെതിരെയോ? സംശയമില്ല, ഇത് VD വിരുദ്ധരുടെ വികാരമാണ്. സുധാകരനെതിരെയല്ല, സുധാകരൻ മാറേണ്ടതില്ലെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞത് ചേർത്ത് വായിക്കാം. കോൺഗ്രസിലെ A ഗ്രൂപ്പ് എന്നോ വിശാല I എന്നോ പറയാനാവാത്ത വിധം പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുന്ന കാഴ്ചയാണ്. മഹാരാഷ്ട്രയുടെ ചുമതലയിൽ പൊളിഞ്ഞടുങ്ങിയ രമേശ് ചെന്നിത്തല സതീശനെ വെട്ടാൻ തക്കം പാർത്തിരിക്കുന്നു. A ഗ്രൂപ്പ് പിളർത്തി യുവാക്കളെ കൂട്ടി പാർട്ടിയിൽ മുന്നോട്ട് പോകുന്ന സതീശന് തനിക്കെതിരെ രൂപപ്പെടുന്ന ഗ്രൂപ്പിനെ ചെറുക്കാനാകുമോ? പാലക്കാട്ടെ ജയം കോൺഗ്രസിൽ ഗ്രൂപ്പ് പോരാട്ടം ആളിക്കത്തിക്കുമ്പോൾ പഴയ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. കോൺഗ്രസിലെ പുതിയ നീക്കങ്ങൾക്ക് പിന്നിൽ എന്തൊക്കെ? പഴയ ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, മാധ്യമപ്രവർത്തകരായ ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ ശ്രീകുമാർ മനയിൽ എന്നിവർ ചേരുകയാണ്. ഒപ്പം യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീ JS അഖിൽ ടെലിഫോൺ ലൈനിലും പ്രതികരിക്കും. ആദ്യം ശ്രീ JS അഖിൽ, എന്താണ് ഇന്ന് ചാണ്ടി ഉമ്മൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ കാരണം? പാലക്കാട്ടെ വിജയം എന്ന് പറയുന്നത് യോജിപ്പിന്റെ ഒരു വിജയമാണ്, അവിടെ ഗ്രൂപ്പ് പ്രവർത്തനമൊന്നും നടന്നിട്ടില്ല എന്നൊക്കെയായിരുന്നുവല്ലോ അവകാശവാദം, തിളക്കമാർന്ന വിജയം എന്ന രീതിയിൽ. പിന്നെ എന്താണ് ഇപ്പോൾ ചാണ്ടി ഉമ്മന്റെ ഈ അസംതൃപ്തിക്ക് കാരണം? ഹലോ ശ്രീ അഖിൽ, കേൾക്കാമോ? എന്താണ് ചാണ്ടി ഉമ്മന്റെ ഈ അസംതൃപ്തിക്ക് കാരണം? അല്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അല്ല, ഞാൻ ഒരു കാര്യം പറയാം. വളരെ കൃത്യമായി തന്നെ ഈ ചർച്ചയ്ക്ക്, നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് തന്നെ കാരണം എന്താണ്? കേരളത്തിലെ ഒരു കോൺഗ്രസിന്റെ ഒരു MLA ആയിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ചാണ്ടി ഉമ്മന്റെ ഒരു പ്രതികരണമാണ്. അദ്ദേഹത്തിന്റെ അത്തരം പ്രതികരണം നമ്മളൊരു ഒരു ഒരു പാർട്ടി വിരുദ്ധ പ്രതികരണമായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിനെന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. എക്കാലവും കോൺഗ്രസിന് ഇന്ന് നേതൃത്വ നിരയിലുള്ള പല ആളുകളും പാർട്ടിക്ക് എതിരെ വിരുദ്ധ ശബ്ദമായി സംസാരിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. അത്തരം ആളുകൾ എക്കാലവും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാ കാലവും ഉണ്ട്. അദ്ദേഹത്തിന് അത്തരത്തിൽ ഒരു അസംതൃപ്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പരിഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കേൾക്കാനും അതെന്താണെന്ന് മനസ്സിലാക്കാനും നേതൃത്വം തയ്യാറാകണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. അദ്ദേഹത്തിന് അത്തരത്തിൽ ഒരു എന്തുകൊണ്ട് അത്തരത്തിൽ ഒരു ആശങ്കയുണ്ടായത്? അത് പാലക്കാട് തെരഞ്ഞെടുപ്പെന്ന് മാത്രമല്ല, അത് എവിടെയാണെങ്കിലും അദ്ദേഹത്തിന് ഒരു ചുമതല ഏൽപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും നേതൃത്വത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. അത് തന്നെയാണ് ഇന്നത്തെ ചർച്ചയുടെ ഈ ഒരു ഘടകമായി പ്രധാന ഒരു സബ്ജക്റ്റായി ഇന്ന് മാറിയിരിക്കുന്നത്. അപ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ഈ തലമുറ മാറ്റം എന്നൊക്കെ, ഈ നേതൃമാറ്റം എന്നൊക്കെ പലതരത്തിലുള്ള ചർച്ചകൾ ഇതിന്റെ ഭാഗമായി നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ വ്യക്തിപരമായി വളരെ കൃത്യമായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ തലമുറ മാറ്റത്തെക്കാളും നേതൃമാറ്റത്തെക്കാളും ഇതിനകത്തൊരു ശൈലി മാറ്റമാണ് വളരെ അത്യാവശ്യം. ഒരു ശൈലിയിലൊരു മാറ്റം ഉണ്ടാകണം. ഈ താഴെത്തട്ട് മുതൽ മുകൾത്തട്ട് വരെ പ്രവർത്തിച്ചു വരുന്ന ഓരോ ആളുകളെയും ചേർത്തു പിടിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം. അത്തരം ആളുകളെ ചേർത്ത് പിടിച്ചാൽ മാത്രമേ ഈ പാർട്ടിയുടെ ഒരു ഫ്ലോയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു വളർച്ചയ്ക്കകത്ത് അത് വലിയൊരു ഒരു പ്രധാനപ്പെട്ട ഗുണകരമായിട്ടുള്ള ഒരു ഘടകമായി മാറൂ. അങ്ങനെയാണെങ്കിൽ ശ്രീ JS അഖിൽ, കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം എന്ന് പറയുമ്പോൾ നേതൃത്വം എന്ന് താങ്കൾ ഉദ്ദേശിച്ചത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തെയാണ്. അങ്ങനെ വരുമ്പോൾ അതിൽ തീരുമാനമെടുക്കുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു കൂട്ടം ആളുകളാണല്ലോ, അതിൽ ആരെയാണെന്ന് സ്പെസിഫിക് ആയിട്ട് പറയേണ്ടി വരും. അതിൽ KPCC പ്രസിഡന്റ് K സുധാകരനുണ്ട്, ഒന്നാമത്തെയാൾ. പിന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ട്. ഇവരിൽ ആരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചേർത്ത് പിടിക്കണം എന്ന് പറയുന്നത് കൊണ്ട്?
അല്ല, അത് ഞാൻ പറയുന്നു, ഒരു ഏകപക്ഷീയമായി ഒരാൾ ഇന്ന ആള് തന്നെ തീരുമാനം എടുക്കുന്ന ഒരു സങ്കല്പം ഉണ്ടായിട്ടില്ല. കോൺഗ്രസിന്റെ എക്കാലത്തെയും കോൺഗ്രസിന്റെ സൗന്ദര്യം എന്താ? കൂട്ടായ നേതൃത്വം ആലോചിച്ച് കണ്ടെത്തിയിരുന്ന തീരുമാനമാണ് അത്. പണ്ട് കാലത്ത് AK ആന്റണിയുടെ ആണെങ്കിലും കെ കരുണാകരന്റെ ആണെങ്കിലും കാലഘട്ടം മുതൽ ഇങ്ങോട്ട് അവർ തന്നെ എത്ര ഭിന്നതകളാണെന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചാൽ പോലും ഒരു ഐകകണ്ഠേന ഒരു തീരുമാനം എടുക്കേണ്ട ഘട്ടത്തിൽ എല്ലാം ആ കാലം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഏറ്റവും ഒടുവിൽ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃനിരയിൽ ഇരുന്ന സമയത്ത് പോലും എടുക്കുന്ന തീരുമാനങ്ങൾ ഒറ്റക്കെട്ടായി ആ തീരുമാനങ്ങൾക്ക് ഒരു പ്രസക്തി ഉണ്ടായിരുന്നു. അത്തരം ചർച്ചകൾ ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. കാരണം നിർഭാഗ്യവശാൽ ഞാനൊരു കാര്യം പറയാം, കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു ശൈലി ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ കുറച്ചു കാലങ്ങളായിട്ട് ഇതിനകത്ത് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, പക്ഷെ എങ്കിൽ പോലും ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിൽ ലൈക്കുമുള്ള ആളുകളെ മാത്രമാണ് ഇതിന്റെ നേതൃതലത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നത് എന്നുള്ളൊരു വലിയൊരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി നമ്മൾ കാണാതെ പോകുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഈ തഴയപ്പെടുന്ന ആളുകളുണ്ട്, ഇപ്പൊ പാർട്ടിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, 24/7 രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആത്മാർത്ഥതയുള്ള പ്രവർത്തകർ താഴെയുണ്ട്. അത്തരം ആളുകളെ കൂടി ലൈക്കിന്റെയും ഷെയറിന്റെയും ചാനൽ ചർച്ചകളുടെയൊക്കെ പ്ലാറ്റ്ഫോമുകളുടെ മാത്രം പുറകെ പോകുമ്പോൾ അത്തരം ആളുകളെ കൂടെ ചേർത്ത് പിടിക്കുന്ന നേതൃത്വം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. അതിനെ ഒരു വിമർശനമായിട്ടല്ല പറയുന്നത്, പക്ഷേ ഇത്തരം ഒരു തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ ഇത് നേതൃത്വത്തിന്റെ കണ്ണു തുറക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഞങ്ങളുടെ ഒരു തുറന്നു പറച്ചിലായി ഇതിനെ കാണണം എന്നൊരു അഭിപ്രായമാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷെ അന്നേരവും സംശയം ബാക്കി നിൽക്കുകയാണ്, ആരാണത് കേൾക്കേണ്ടത് എന്ന്. ഇവിടെ ചാണ്ടിയുമ്മൻ അതിന്റെ കൂടെ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ KPCC നേതൃത്വം മാറേണ്ട ആവശ്യമില്ല എന്ന്. അതായത് സുധാകരൻ KPCC പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഒഴിയേണ്ട കാര്യമില്ല എന്ന് ചാണ്ടിയുമ്മൻ പറയുകയാണ്. അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യമില്ല എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അമ്പ് ചെന്ന് കൊള്ളുന്നത് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിലേക്കാണ്. നിങ്ങൾ ഈ ലൈക്കുകളുടെ അടിസ്ഥാനത്തിൽ നേതാക്കളെ റേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കണം, അത് നിർത്തണം എന്ന് പറയുമ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങിയ ആ ഒരു ഭിന്നതയല്ലേ ഇപ്പോൾ ഇങ്ങനെ ഒരു പൊട്ടിത്തെറിയിലേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചാണ്ടിയുമ്മന്റെ ആ പ്രസ്താവന ആ രീതിയിൽ ഉള്ളത് തന്നെയായിരുന്നു, അതിലേക്ക് ചെന്ന് എത്തിയിരിക്കുന്നത്. അതായത് VD സതീശൻ ഇങ്ങനെ യുവാക്കളെ കൂട്ടിക്കൊണ്ട് ഒരു ഗ്രൂപ്പ് പോലെ ഫോം ചെയ്ത് കൊണ്ടുപോകുന്നു മുന്നോട്ട്. ആ ഒരു വിമർശനമാണോ നിങ്ങൾക്കുള്ളത്? തോന്നു ചോദിക്കുകയാണത്. അല്ല, അത് ഒരു കാര്യം മനസ്സിലാക്കേണ്ട മഞ്ജു, നമ്മൾ ഈ പറയുന്ന ഒരു നേതൃത്വത്തിൽ ഒരാളെ മാത്രം മാറ്റി നിർത്തുക എന്നുള്ള കാര്യം ചർച്ചയിലേക്കൊന്നും പോകാൻ ഞങ്ങൾ ആളല്ല, ഞങ്ങൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട കാര്യവുമില്ല. പക്ഷേ നേതൃത്വം കൂട്ടായി എടുക്കേണ്ട ഒരു തീരുമാനമുണ്ട്. ഞാൻ വളരെ വ്യക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു, 2021 ശേഷം 2021 ഈ നമ്മുടെ നാട് കാണാത്ത തരത്തിലേക്ക് ഒരു തുടർ ഭരണത്തിലേക്ക് CPM അധികാരത്തിലേക്ക് വീണ്ടും വരുന്നത്. ആ 2021 ശേഷം പോലും ഒരു പാർട്ടിയിൽ ഒരു പുനഃസംഘടന നടന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എത്രയോ ചെറുപ്പക്കാർ, കഴിവുള്ള ചെറുപ്പക്കാർ പുറത്തു നിൽക്കുന്നുണ്ട്. അവരെയൊക്കെ ഈ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ പരിഗണിച്ച് അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു തലമുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒന്ന് തുറന്നു കാണിക്കുക, ഈ മാറ്റി നിർത്തപ്പെട്ട ചെറുപ്പക്കാർക്ക് വേണ്ടി ഒന്ന് സംസാരിക്കുക എന്നതാണ്. ആത്മാർത്ഥമായി താഴെത്തട്ടിൽ പണിയെടുക്കുന്ന ആളുകളെ തിരിച്ചറിയണം എന്നുള്ളത് കൂട്ടായ നേതൃത്വം കൂട്ടായി തന്നെ. പക്ഷെ തിളക്കമാർന്ന വിജയം കോൺഗ്രസ് UDF നേടിയ ഒരു സമയത്താണല്ലോ ഇങ്ങനെ പരിഗണിക്കുന്നില്ല എന്നുള്ള പരാതി ഉയർന്നു വരുന്നത്. അതെങ്ങനെ സിങ്ക് ചെയ്ത് പോകും ശ്രീ JS അഖിൽ? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ മഞ്ജുഷേ, ഇപ്പോ നിങ്ങൾ ഈ തിളക്കമാർന്ന വിജയം എന്ന് പറയുമ്പോഴും ഇപ്പൊ ചേലക്കര സംഭവിച്ചൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ചേലക്കര ഒരു മൂന്നാമതൊരു പാർട്ടിയായിട്ടുള്ള BJPക്ക് ഉണ്ടായിട്ടുള്ള വോട്ട് വർധനവ് നമ്മൾ കാണാതെ പോകരുത്. അവിടെ ഭരണവിരുദ്ധ വികാരം കൊണ്ട് നാളെയും കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അത്തരം വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരു പാർട്ടിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം കൂടെ ഉണ്ടാകുകയാണ്. ഇപ്പോ മൂന്നാമതൊരു പാർട്ടി കൂടിയുണ്ട്. അപ്പൊ അത്തരം ഷിഫ്റ്റിംഗ് തടയണമെങ്കിൽ ഇതിന് ഗ്രൗണ്ടിൽ ജോലി ചെയ്യുന്ന ആളുകളെ കൂടെ ചേർത്ത് നിർത്തി ഗ്രൗണ്ടിൽ പാർട്ടി സ്ട്രക്ചറിനൊരു വലിയ മാറ്റം ഉണ്ടാകണം. അത് നേതൃത്വത്തെ തുറന്നു ബോധിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. വളരെ കൃത്യമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു, ഇപ്പോ ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള ചാണ്ടിയുമ്മൻ, അദ്ദേഹത്തിന് പൊതുസമൂഹത്തിൽ കിട്ടുന്ന ഒരു സ്വീകാര്യതയുണ്ട്, അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തേണ്ട മേഖലകളുണ്ട്, അദ്ദേഹത്തിനെ ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിനെ കാണാൻ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് നിന്നും സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ പുറത്താണെങ്കിൽ തന്നെ അവിടെ നിന്നൊക്കെയുള്ള ആളുകൾ വന്ന ഓരോ ബുദ്ധിമുട്ടുകളായിട്ട് ഉമ്മൻചാണ്ടി സാറിന്റെ അടുത്ത് വന്നപ്പോൾ ഞങ്ങളെല്ലാം നേരിൽ കണ്ടിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഈ വെറും ഒരു MLA മാത്രം, ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ തുടക്കത്തിൽ ആദ്യത്തെ ടേമാണ് ചാണ്ടിയുമ്മൻ MLA ആയിട്ടുള്ളത്. പക്ഷെ ആ ചാണ്ടിയുമ്മനെ കാണാനും ഉമ്മൻചാണ്ടിയിൽ വിശ്വാസം അർപ്പിച്ച അതേ രീതിയിൽ തന്നെ ആളുകൾ ഓടിയെത്തി അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തോട് പരിഭവം പറയാനും അദ്ദേഹത്തിൽ നിന്ന് സഹായം എന്തെങ്കിലും കിട്ടുമെങ്കിൽ നോക്കാനും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയോടുള്ള അതേ വിശ്വാസം തന്നെയാണ് അദ്ദേഹത്തിനോടുള്ളത്. അദ്ദേഹത്തെ അങ്ങനെ
മാറ്റി നിർത്തിപ്പെടുകയോ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുകയോ ചെയ്തു പോകുന്ന ആ ഒരു രീതി ശരിയില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ, പരിഭവം ഉണ്ടെങ്കിൽ അത് കേട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ഈ എല്ലാം ഒരു പ്രത്യേക തരത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ലൈക്കിന്റെയും ഷെയറിന്റെയും ഒക്കെ പുറകിൽ മാത്രമാണ് അതിനകത്തൊരു മാനദണ്ഡമായി തീരുമാനിക്കുന്നതെങ്കിൽ ആ ശൈലി ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചാണ്ടി ഉമ്മൻ അപമാനിതനായിട്ടുണ്ട് എന്നാണല്ലോ കോൺഗ്രസ്, സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ. എന്താണ് അങ്ങനെ അപമാനിതനാകാനുണ്ടായ പ്രത്യേക കാരണങ്ങൾ? അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തവരാണല്ലോ കോൺഗ്രസിന്റെ മുതിർന്ന നേതൃത്വത്തിൽ നിന്ന് തുടങ്ങി യുവാക്കൾ വരെ. അതിലിപ്പോൾ പാലക്കാട് നിന്ന് വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അതെല്ലാം കേരള രാഷ്ട്രീയം കണ്ട കാര്യങ്ങളാണ്. പിന്നെ പൊടുന്നനെ എങ്ങനെയാണ് ചാണ്ടി ഉമ്മൻ അപമാനിതനായത്? എന്താണിപ്പോൾ പാലക്കാട് അദ്ദേഹത്തിന്റെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രത്യേക ചാർജ് കൊടുത്തില്ല എന്നുള്ളത് മാത്രമാണോ അദ്ദേഹത്തിനെ അലട്ടുന്ന ഒരു വിഷയം? മഞ്ജുഷി, നമ്മുടെ ഒരു ചില കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചില കാര്യത്തിനകത്ത് ഇപ്പൊ ഈ ഇത്തരത്തിൽ ചാണ്ടി ഉമ്മൻ ഒരു പ്രസ്താവന നടത്തേണ്ട ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രസ്താവന ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തായിരുന്നു ചാണ്ടി ഉമ്മൻ നടത്തിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ചാണ്ടി ഉമ്മൻ പാർട്ടി വിരുദ്ധനായി മാറിയത്, അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ പറയുന്ന ഒരു സാഹചര്യമായി മാറിയത്. അപ്പോൾ ഏറ്റവും അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനായി നിന്നുകൊണ്ട് അദ്ദേഹം എടുത്തൊരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, UDF സ്ഥാനാർത്ഥി മികച്ച വിജയത്തോടുകൂടി കടന്നു വന്നതിന് ശേഷം അദ്ദേഹത്തിനുണ്ടായ പരിഭവം തുറന്നു പറയാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ്. അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഒരു കഴിഞ്ഞ കുറെ കാലമായി നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഏത് നേതാവാണ് ഇതിനകത്ത് അഭിപ്രായം പറയാത്ത ആളുകൾ? ഇന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭരണത്തിന്റെ വിവിധ തലങ്ങളിൽ ഇരിക്കുന്ന, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധ തലങ്ങളിൽ ഇരിക്കുന്ന ആളുകളെല്ലാം തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് പോലും മുഖ്യമന്ത്രിക്കെതിരെ പോലും പറഞ്ഞ ആളുകളുണ്ട്. അപ്പോ പ്രതിപക്ഷ നേതാവിനായ എതിരെ സംസാരിച്ചിരുന്ന ആളുകളുണ്ട്, കേരളത്തിന്റെ KPC പ്രസിഡന്റിനെതിരെ സംസാരിച്ചിരുന്ന ആളുകളുണ്ട്. കോൺഗ്രസിൽ അത്തരത്തിൽ വിശാലമായൊരു ഒരു പ്ലേസ് ഉണ്ട്, ഒരു വിശാലമായൊരു പ്ലാറ്റ്ഫോമാണ്. അല്ല, അതിലൊന്നും സംശയമില്ല. പക്ഷെ അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ചില കരുനീക്കങ്ങളും അതിനകത്ത് കടന്നു വരാറുണ്ട്. അപ്പോൾ ഈ യുവ നേതാക്കളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ചില കളികൾക്ക് തുടക്കമിടുന്നതും ഇതിനു മുൻപ് കേരള രാഷ്ട്രീയം, കോൺഗ്രസ് രാഷ്ട്രീയം കണ്ടിട്ടുള്ളതുമാണ്. അങ്ങനെ ചാണ്ടി ഉമ്മനെ മുന്നിൽ നിർത്തിക്കൊണ്ട് VD സതീശനെതിരെയായിട്ട് ഒരു പടനീക്കം നടക്കുന്നു. ആ രീതിയിലുള്ള പ്രതീതി പുറത്തു വരുന്നുണ്ട്. കാരണം കെ സുധാകരനെതിരെ നിങ്ങൾ ഒന്നും പറയുന്നില്ല, സുധാകരന്റെ കയ്യിൽ നിന്നൊരു തെറ്റായ തീരുമാനം ഉണ്ടായതായിട്ട് പറയുന്നില്ല. ഞാനത് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. VD സതീശന്റെ കാര്യവും നിങ്ങളിപ്പോൾ പറയുന്നില്ല അഖിൽ, പക്ഷേ അത് ഊഹിച്ചെടുക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, യുവാക്കളെ പരിഗണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ സരിൻ പറയുന്ന അതേ കാര്യം തന്നെയാണ് നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇതിനകത്ത് അതിന് വളരെ വ്യത്യാസമുണ്ട്. ഇപ്പൊ സരിനെ സംബന്ധിച്ചിടത്തോളം സരിന് ഈ പാർട്ടിയിലേക്ക് 3 വർഷത്തിനുള്ളിൽ കടന്നു വന്ന് സരിന് ഒറ്റപ്പാലത്തെ സീറ്റ് പോലും കിട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരാണ് ഹരിവന്ത് മാഷ്. അദ്ദേഹം അവിടെ സീറ്റിന് വേണ്ടിയിട്ട് 10 വർഷമായിട്ട് അവിടെ താഴെത്തട്ടിൽ ജോലി ചെയ്ത ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് സരിന് സീറ്റ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് തെറ്റായി പോയെന്ന അഭിപ്രായമുള്ള ആളുകളാണ് ഞങ്ങളെല്ലാവരും. പക്ഷെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പാർട്ടിയിലേക്ക് ഒരു തീരുമാനം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു യുവാവിനെ പരിഗണിക്കുമ്പോൾ ആ പരിഗണനയ്ക്ക് ഒരു മാനദണ്ഡം ഉണ്ടാകണം. ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ പേജിന്റെ ലൈക്കിന്റെ പേരിലോ അല്ലെങ്കിൽ റീൽസിന്റെ പേരിലോ അല്ലെങ്കിൽ ഫാൻസ് അസോസിയേഷന്റെ പേരിലോ മാത്രമായി പോകരുത് എന്നുള്ളതാണ്. അത് നേതൃത്വം എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് KPC പ്രസിഡന്റിനെ മാത്രം ലക്ഷ്യം വെച്ചിട്ടോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ മാത്രം ലക്ഷ്യം വെച്ചിട്ടല്ലോ, പാർട്ടി ഒന്നടങ്കം ഒറ്റക്കെട്ടായി എടുക്കേണ്ട ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ആളുകളെ കൂടി, ജോലി ചെയ്യുന്ന ആളുകളെ കൂടി, താഴെത്തട്ടിൽ പണിയെടുക്കുന്ന ആളുകളെ കൂടി ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആത്മാർത്ഥമായ അഭിപ്രായമാണ്. പിന്നെ യൂത്ത് കോൺഗ്രസും ചെറുപ്പക്കാരെ കൂട്ടി നിർത്തുക എന്നൊക്കെ പറയുമ്പോൾ പോലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യൂത്ത് കോൺഗ്രസിന്റേതായ സ്പേസ് ഉണ്ട്. യൂത്ത് കോൺഗ്രസ് ഈ പറയുന്നത് പോലെ പ്രതിപക്ഷ യുവജന സംഘടന എന്നുള്ള നിലയിൽ താഴെത്തട്ടിൽ ചെയ്യാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു ഭരണവിരുദ്ധ വികാരമായി നിൽക്കുമ്പോൾ ആ ഭരണത്തിനെതിരായിട്ട് ഡെയിലി വരുന്ന സംഭവങ്ങൾ ഏറ്റെടുത്ത് എന്തുമാത്രം സമരം നടത്താനുള്ള സാഹചര്യവും ആ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഫോളോ അപ്പ് ചെയ്ത് അതിന്റെ പുറകെ നിന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു ആത്മാർത്ഥമായ പ്രവർത്തന ഇടം അത് യൂത്ത് കോൺഗ്രസിനകത്തുണ്ട്. അതൊക്കെ എത്രമാത്രം ഈ പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യമായി തന്നെ നിൽക്കേണ്ട ഒരു കാര്യവുമാണ്. അപ്പൊ യൂത്ത് കോൺഗ്രസ് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അത് മികച്ചതായി തന്നെ മാറണം. അത് മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയുന്നത് പോലെ ചെയ്യാൻ അതിനകത്തും ഒരു ശ്രമം ഉണ്ടാകണം. കുറച്ച് സമയം കൂടി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരണമെന്ന് അപേക്ഷിക്കുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, ജയസഖിലിന് പല കാര്യങ്ങളും തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ചെന്നെത്തുന്നത് എങ്ങോട്ടാണ്? ഒരു കാര്യം കൂടി, ഇതൊരു സംഘടനാ വിഷയമായതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് ഔദ്യോഗികമായിട്ട് ആരും പങ്കെടുക്കേണ്ട എന്ന് തന്നെയായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ ജയസഖിൽ അദ്ദേഹം ഇതിൽ ചർച്ചയിൽ വന്ന് തന്നെ ഇക്കാര്യങ്ങൾ പറയും എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും സമയം സംസാരിച്ചത്.
അതായത് ഈ വിഷയം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ചാണ്ടി ഉമ്മന് ഒപ്പം നിൽക്കുന്ന ആളുകൾ. അപ്പോൾ ചാണ്ടി ഉമ്മൻ തുടങ്ങി വെച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിനെതിരായിട്ട് ഒരു പടനീക്കം എന്ന് തന്നെ പറയാം. പക്ഷേ അത് ചെന്നുകൊള്ളുന്നത് ആർക്കെതിരെയാണ്? അത് ഇപ്പം JS അഖിൽ ഇപ്പോൾ പറഞ്ഞതിനകത്ത് ഒത്തിരിയും കാര്യങ്ങളുണ്ട് മഞ്ജുഷ്. നമുക്കത് വളരെ സോഫ്റ്റാണെന്ന് തോന്നും. പക്ഷേ ആ വരികളിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ, ആ വരികൾക്കിടയിലേക്ക് നോക്കിയാൽ അതിലൊത്തിരിയും കുത്തുകളും അക്രമങ്ങളും ഉണ്ട്. ഈ ലൈക്കുകൾ, ടെലിവിഷൻ ചാനലുകളിലെ പ്രകടനം, അതൊക്കെയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് കരുതി എന്ന് പറയുമ്പോൾ, അങ്ങനെ കരുതുക മാത്രമല്ല, അങ്ങനെ വെറും പടം കൊണ്ടുള്ള പ്രകടനത്തിലൂടെ നേതാവായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ പാലക്കാട്ട് നിന്ന് ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിനെ തന്നെയാണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസ്സുകാരെ തന്നെ പറയുന്നതായിട്ട് എനിക്കറിയാം. പലരെയും ചവിട്ടി മെതിച്ചിട്ടാണ്, പല സ്ഥാനങ്ങളും ചവിട്ടിക്കയറിയാണ് അദ്ദേഹം ഇങ്ങനെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത്. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു കാര്യം, ആ പ്രസിഡന്റ് സ്ഥാനം JS അഖിലിനാണ് ഉമ്മൻചാണ്ടി നീക്കി വെച്ചിരുന്നത്. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് JS അഖിലിന് വേണ്ടി മാറ്റിവെച്ചിരുന്നതാണ്. അദ്ദേഹം ഒന്നും സൂചിപ്പിച്ചിട്ടില്ല ഇവിടെ. അതാണ് അത് അദ്ദേഹത്തിന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തിന് അതൊന്നും പുറത്ത് ആരും പറയത്തില്ല, പറയേണ്ട കാര്യവുമില്ല. കാരണം ആ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി, അദ്ദേഹം MLA-യുമായി. ആ MLA ആയത് നോക്കിക്കേ, MLA ആയത് തന്നെ നേരായ വഴിയിലൂടെയല്ല. അവിടെ ചെന്നിട്ട് അവിടെ അർഹതപ്പെട്ട പലരും, സരിൻ പാർട്ടിയൊക്കെ വിട്ടുപോയി, അവിടെ അർഹതപ്പെട്ട പലരുടെയും തോളിൽ ചവിട്ടിയാണ് അദ്ദേഹം മുകളിൽ കയറി MLA ആയതും കൂടി. ശ്രീ ജേക്കബ് ജോർജ് അദ്ദേഹത്തിന് ജനങ്ങളുടെ അംഗീകാരം കിട്ടി. അത് കോൺഗ്രസിൻ്റെ അംഗീകാരമാണ്. ഇങ്ങനെ ചവിട്ടിക്കയറുന്നത് കൊണ്ടുള്ള അംഗീകാരമല്ല മഞ്ജുഷേ, അതും കൂടി ഓർക്കണം. പോട്ടെ, പക്ഷെ അതിനിപ്പോൾ എതിർപ്പുണ്ടായതല്ലോ. ഇപ്പം മഞ്ജുഷ ചോദിച്ചു അദ്ദേഹത്തോട്, എന്താണ് ചാണ്ടി ഉമ്മനെ എതിർക്കാൻ കാര്യം? ചാണ്ടി ഉമ്മൻ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ കമ്മിറ്റി അംഗമായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. KC വേണുഗോപാൽ, എൻ്റെ അറിവ്, ഞാൻ പണ്ട് മുതലേ ആന്റണി പക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടറായിരുന്നു കേട്ടോ. അതിൻ്റെ പിന്നിൽ KC വേണുഗോപാൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, പഴയ പ്രസിഡന്റും ഇപ്പോഴത്തെ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിൻ്റെ വളരെയധികം നിർബന്ധിച്ച് സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ചാണ്ടി ഉമ്മനെ രാഹുൽ മാങ്കൂട്ടത്തിലും അതെ ചേർന്നാണ് ചാണ്ടി ഉമ്മനിട്ട് എന്നാണ് KC വേണുഗോപാലിനോട് പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് പ്രശ്നം, അത് സ്വാഭാവികമാണ് രാഷ്ട്രീയത്തിൽ. ഉമ്മൻചാണ്ടിക്കൊരു ഹാലോ ഉണ്ട്. ഉമ്മൻചാണ്ടിയുടെ മകന് അതിൻ്റെ ഹാലോ അതും കൊണ്ട് വേണ്ട. ഉമ്മൻചാണ്ടി മനസ്സിലായി, അദ്ദേഹം മരിച്ചു, അത് കബറിടത്തിലായി. ഇനി അതിൻ്റെ ഹാലോയും കൊണ്ട് മകനൊന്നും ജീവിക്കേണ്ട, അങ്ങനെ പൊങ്ങി വരേണ്ട കോൺഗ്രസിൽ എന്ന ഒരു പിടിവാശി ഇക്കൂട്ടർക്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ആ രീതിയിൽ അപമാനിതനായിട്ടുണ്ടോ ചാണ്ടി ഉമ്മൻ? ഇല്ല, കണ്ടിതു. ശരി. ശ്രീജിത് പണിക്കർ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കാണുന്നത് ഇതിനു മുൻപ് കാണാത്ത സംഭവങ്ങളൊന്നുമല്ല, ഇതെപ്പോഴും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉള്ളതാണ്. പക്ഷേ ഇവിടെ പ്രതിപക്ഷ നേതാവിനെതിരെ, അദ്ദേഹത്തിന് എതിരെയുള്ള ഒരു പടനീക്കം നടക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ടും. ഇല്ല എന്ന് ആര് പറഞ്ഞാലും സമ്മതിക്കാൻ പറ്റാത്ത രീതിയിൽ. തീർച്ചയായിട്ടും ഇന്ന് ശ്രീ ചാണ്ടി ഉമ്മന്റെ പ്രസ്താവന വന്നപ്പോഴും, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീ JS അഖിൽ പ്രതികരിച്ചപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് കോൺഗ്രസിൽ അസംതൃപ്തരായിട്ടുള്ള നിരവധി ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നാണ്, പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ. കാരണം അദ്ദേഹം പറഞ്ഞിരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ സംഘടനാ പ്രശ്നങ്ങളാണ്. അത് എല്ലാ വിഭാഗം ആൾക്കാരെ ബാധിക്കുന്നതുമല്ല, മറിച്ച് അത് യുവജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് സോഷ്യൽ മീഡിയയിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ലൈക്കുകളുടെ അടിസ്ഥാനത്തിൽ, ഇനി ചാനൽ ചർച്ചകളിൽ അഭിപ്രായം പറയുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പല ആൾക്കാരെയും, അതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള ധാരണയിൽ, അതാണ് അവർക്ക് കിട്ടുന്ന ഒരു പബ്ലിക്കിൻ്റെ ഇടയിലെ ക്ലൗട്ട് എന്ന ധാരണയിൽ അത്തരക്കാരെ സംഘടനയുടെ പല സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിന് അവരെ പ്രാഥമികമായിട്ട് പരിഗണിക്കുന്നു തുടങ്ങിയ രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ, ഈ രീതിയിലത്തേക്കുള്ള ഒരു ക്ലൗട്ട് ഇല്ലാത്ത, ഒരുപക്ഷെ അതിനുള്ള അത്രത്തോളം അവസരങ്ങൾ കിട്ടാത്ത, അതല്ലെങ്കിൽ ആ രീതിയിലത്തേക്ക് വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യമില്ലാത്ത കുറേയധികം നേതാക്കന്മാർ, എന്നാൽ അടിയുറച്ച രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള പാർട്ടി അനുകൂലികളായിട്ടുള്ള ആൾക്കാർ തഴയപ്പെടുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആശങ്കയാണ് അദ്ദേഹം പങ്കുവച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഇതിൽ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയേണ്ടതാണ്. ചാനൽ ചർച്ചകളിലെ പ്രകടനമോ സോഷ്യൽ മീഡിയയിലെ പ്രകടനമോ അതുവഴി ആൾക്കാരെ കൊണ്ടുവന്നതിന് ശേഷം ഒരു ക്ലൗട്ട് ബിൽഡ് ചെയ്യുകയും താനൊരു പ്രധാനപ്പെട്ട നേതാവാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇംപ്രഷൻ ബിൽഡ് ചെയ്യുകയും ചെയ്യുന്നത് രാഷ്ട്രീയത്തിലൊരു ന്യൂനതയല്ല. ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ ഇന്നത്തെ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൻ്റെ സാധ്യതകളെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു മിടുക്ക് കൂടിയാണ്. അപ്പോൾ ആ രീതിയിലത്തേക്ക് അവർ വരുന്നു, അതെന്തുകൊണ്ട് മറ്റൊരാളിന് കിട്ടുന്നില്ല എന്ന് ചിന്തിക്കേണ്ടത് ഈ പരാതി പറയുന്ന ആൾക്കാരാണ്. ഓഫ് കോഴ്സ് നമുക്കറിയാം, ഇപ്പോൾ പാർട്ടി പ്രതിനിധിയായിട്ട് ചാനൽ ചർച്ചകളിലേക്ക് അയക്കണമെങ്കിൽ അതിന് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാകണം. പക്ഷേ സ്വന്തമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ഫോളോവർ ബേസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് പാർട്ടിയുടേതായിട്ടുള്ള പിന്തുണ വേണ്ട. അതിനെ ഏറ്റവും കൂടുതലായിട്ട് അവരവർ സ്വന്തമായിട്ട് വിചാരിച്ചാൽ മതി. പിന്നെ ഓഫ് കോഴ്സ് ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാളിനെ പിന്തുടരുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ അപ്പോൾ പോലും ശ്രീ അഖിൽ ഉൾപ്പെടെ പറയുന്ന കാതലായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് പാർട്ടിയുടെ ആശയപരമായിട്ടുള്ള അതിൻ്റെ കോറിനെ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമല്ല. അദ്ദേഹം പറയുന്നത് ചില നേതാക്കന്മാർ പുതിയ നേതാക്കന്മാരെ കണ്ടെത്തുകയും അവരെ പല സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കുന്നതും എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഇന്ന് കുറേയധികം ചെറുപ്പക്കാർക്ക് പരാതികളുണ്ട് എന്നാണ്. അപ്പോൾ ഇത് ചെറുപ്പക്കാർക്ക് മാത്രമുള്ള പരാതികളാണോ, അതോ ചെറുപ്പക്കാർ മറ്റുള്ള മുതിർന്ന ആൾക്കാരോടൊപ്പം ചേർന്ന് നിർത്തുന്ന ഈ അല്പം മുമ്പ് പറഞ്ഞതുപോലെയുള്ള ഒരു പടയൊരുക്കം എന്ന രീതിയിലത്തേക്കാണോ എന്നുള്ളത് കൂടുതലായിട്ട് പുറത്തു വരേണ്ടുന്ന കാര്യമാണ്. കാരണം ചാണ്ടി ഉമ്മൻ ഒരുപക്ഷെ ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രത്യേകിച്ച് പാലക്കാട് സജീവമായിരുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ വിഷയം ചോദിക്കുന്ന സമയത്ത് ശ്രീ ചാണ്ടി ഉമ്മൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതാണ്. ശരിയാണ്, ആ അവസരത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേക ചുമതലകൾ നൽകിയതായിട്ട് പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹം ഭൂരിപക്ഷം സമയവും സ്പെൻഡ് ചെയ്തിരുന്നത് വയനാട്ടിലാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇന്ന് പോലും ഇന്നല്ല അന്നത്തെ കാലത്ത് പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ വയനാട്ടിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ആ കുടുംബവുമായിട്ട്, അതായത് നെഹ്റു കുടുംബവുമായിട്ട് എൻ്റെ അച്ഛനുണ്ടായിരുന്ന ബന്ധമാണ്. അച്ഛൻ്റെ അസുഖമുണ്ടായിരുന്ന കാലത്ത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വിട്ടത് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ ആ ഒരു നന്ദിയും കടപ്പാടും തനിക്കുണ്ട്. അവിടെ നിന്ന് അതുകൊണ്ട് തന്നെ അറിയാവുന്ന ആൾക്കാർ ചേലക്കരയിലേക്ക് പ്രകടനത്തിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രചരണവുമായി പോകാൻ തയ്യാറാകുന്ന സമയത്ത് അതിന് പോലും അനുവദിക്കാതെ ആൾക്കാർ അവിടെ തന്നെ പിടിച്ചു നിർത്തി എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ സ്നേഹപൂർവ്വമായിട്ടുള്ള നിർബന്ധത്തിന് വഴങ്ങി അവിടെ നിന്നു എന്ന രീതിയിലത്തേക്ക്. പക്ഷെ അതൊക്കെ ആ സമയത്ത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കേണ്ട എന്ന് വെച്ച് ചാണ്ടിയുമ്മൻ പറഞ്ഞ കാര്യങ്ങളാണ്. അതൊന്നുമല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അദ്ദേഹത്തിന് പാലക്കാട് ഒരു ചുമതലയും നൽകിയിരുന്നില്ല എന്നതാണ് വാസ്തവം. അത് മാത്രമല്ല മറ്റ് സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ അവിടെ പോയ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയ സമയത്ത് കൂടെ ചാണ്ടിയുമ്മൻ ഇല്ലായിരുന്നു. ന്യൂസ് 18 ആ വാർത്ത ആദ്യം കൊടുത്തത്. ചാണ്ടിയുമ്മൻ അത് പോകേണ്ട എന്ന് തീരുമാനമെടുത്തതാണ്. അതൊരു പ്രതിഷേധത്തെ തുടർന്നാണ് അദ്ദേഹം പോകാതിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ പോകേണ്ട എന്നുള്ള തീരുമാനം ചാണ്ടിയുമ്മൻ എടുത്തതാണ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയുടെ അടുത്തേക്ക്. അപ്പോൾ അതൊക്കെ സ്ഥിരീകരിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് സംഭവിച്ചത്. ഇപ്പോൾ ചാണ്ടിയുമ്മന്റെ തുറന്നു പറച്ചിലും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അന്നു മുതൽ തന്നെ ഇതിലൊരു എതിർപ്പുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ പോലും എതിർപ്പുണ്ടായിരുന്നു. അത് ചാണ്ടിയുമ്മന്റെ മാത്രം എതിർപ്പല്ല, VD സതീശൻ ഒറ്റയ്ക്ക് ഈ തീരുമാനം എടുത്തു എന്നതായിരുന്നുവല്ലോ അന്നത്തെ അന്തർനാടകമായിട്ട് വെളിയിൽ വന്നിരുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് ചാണ്ടിയുമ്മന്റെ ഇപ്പോഴത്തെ പ്രസ്താവനയും വന്നിരിക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞു വന്നത് അത് തന്നെയാണ്. അതായത് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന കാരണം അദ്ദേഹത്തിന് ചേലക്കരയിലേക്ക് പോകാനായിട്ട് സാധ്യമായിരുന്നില്ല. കാരണം വയനാട്ടിലേക്ക് അദ്ദേഹത്തെ പിടിച്ചു നിർത്തുന്ന പല ഘടകങ്ങളും ഉണ്ടായി. പാലക്കാട് ഒരു ദിവസം മാത്രമാണ് അദ്ദേഹം പ്രചരണത്തിന് പോയത് എന്നുള്ളത് കണ്ടു. അതായത് നമ്മൾ കണ്ടിരിക്കുന്ന രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഒന്ന് P സരിൻ, മറ്റൊന്ന് ചാണ്ടി ഉമ്മൻ. ഇതിൽ സരിൻ ചെയ്തിരുന്ന എന്താണ്? സരിൻ തനിക്കുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം, അസ്വാരസ്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം തന്നെ അതേ സമയത്ത് തന്നെ പരസ്യമായിട്ട് പറഞ്ഞു. നേരെ മറിച്ച് ചാണ്ടി ഉമ്മൻ പാർട്ടിയുടെ താല്പര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് ആ സമയത്ത് അത് പറയാൻ തയ്യാറായില്ല. പക്ഷെ അതിനുശേഷമുള്ള ഒരു അവസരത്തിൽ അദ്ദേഹം അത് പറഞ്ഞു. അപ്പോൾ സരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പുറത്തേക്കുള്ള ഒരു വഴി അത് തുറന്നു കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് എങ്കിൽ ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോകാനായിട്ട് അദ്ദേഹം തയ്യാറല്ല. പക്ഷേ ഈ രണ്ടാൾക്കാരും അടിസ്ഥാനപരമായി പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ഇവർ പറയുന്ന പ്രതികരണത്തിൻ്റെ രീതിയെല്ലാം മാറ്റിവെച്ചതിന് ശേഷം ഇത് പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു പേപ്പറിൽ എഴുതി നോക്കിക്കഴിഞ്ഞാൽ ഇവർ പറഞ്ഞിരിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ്. അതായത് പാർട്ടിയിൽ ചില ആൾക്കാർ ഫേവർ ചെയ്യുന്നു. അല്പം മുമ്പ് ശ്രീ JS അഖിലും പറഞ്ഞിരിക്കുന്നത് ഫേവററ്റിസം തന്നെയാണ്. അതായത് നിങ്ങൾ ചില കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അടിസ്ഥാനപരമായി പാർട്ടിയോട് വലിയ രീതിയിലത്തേക്കുള്ള കൂറുള്ള ചില ആൾക്കാരെ മാറ്റി നിർത്തുന്നതിനായിട്ട് മറ്റ് ചില മാനദണ്ഡങ്ങൾ പരിഗണിക്കുന്നു. ആ മാനദണ്ഡങ്ങൾ പരിഗണിക്കുന്നത് തന്നെ നിങ്ങളുടെ പാർട്ടിയിലുള്ള ചില ആൾക്കാരോടുള്ള ഫേവററ്റിസത്തിനെ പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതേ ഫേവററ്റിസം തന്നെയാണ് സരിൻ പറഞ്ഞത്. സരിൻ അത് കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞു. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ പേരുകൾ പറഞ്ഞു, അവരെന്താണ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ കാര്യത്തിനെ പറ്റിയും അതിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതയെ പറ്റിയും അദ്ദേഹം പറഞ്ഞു.
മറിച്ച് ചാണ്ടി ഉമ്മൻ അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, അന്ന് സരിൻ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമായിരുന്നില്ല എന്നാണ്. ഒരുപക്ഷെ അദ്ദേഹം ആ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി പറഞ്ഞ രീതിയിൽ പ്രതികരിക്കാനായിട്ട് മറ്റുള്ള ആൾക്കാർ തയ്യാറായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പോകുന്ന സമയത്ത് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ബ്രിഗേഡ് ഒന്നും തന്നെ അദ്ദേഹത്തിനോടൊപ്പം പോകാതിരുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞിരുന്ന അഭിപ്രായമാണ് ശരി എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർ കോൺഗ്രസിലുണ്ട് എന്നും ആ ആൾക്കാരുടെ അസ്വസ്ഥതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളതും വ്യക്തമാണ്. അതല്ല എങ്കിൽ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ഇത് പറയേണ്ടത് കാര്യമില്ല. അദ്ദേഹം ഒരു അർത്ഥവിരാമം ഇട്ടതിന് ശേഷം അത്തരം ആ ഒരു പ്രസ്താവന നടത്തേണ്ടിയിരുന്നില്ല. ഇത് ചർച്ചയാകുമെന്നും ഇത് ചർച്ചയാകുന്ന സമയത്ത് പേരൊന്നും തന്നെ പറഞ്ഞില്ല എങ്കിലും ആരിലേക്കാണ് ഇത് പോവുക എന്ന കാര്യത്തിനെ പറ്റി വളരെ കൃത്യമായിട്ട് ചാണ്ടിയുമ്മൻ അറിയാം, ചാണ്ടിയുമ്മനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർക്കറിയാം. അതെ, അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ചർച്ചയിൽ വരണം എന്ന് ആഗ്രഹിച്ചതും അവർ വന്നതും. ജയസ് അഖിൽ തന്നെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ വന്ന് ടെലിഫോണിൽ അത്രയും കാര്യങ്ങൾ സംസാരിച്ചത്. ചാണ്ടിയുമ്മൻ പറഞ്ഞ കാര്യങ്ങൾ അവിടെ കൊണ്ട് നിർത്തരുത്, അത് ഞങ്ങൾ ഇത് തുറന്നു പറയും, കൂടുതൽ ആളുകൾ ചാണ്ടിയുമ്മന്റെ ഒപ്പമുണ്ട്, അത് ചാണ്ടിയുമ്മൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്, അത് പാർട്ടിയിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്, ഇക്കാര്യം പൊതുസമൂഹത്തിൽ ചർച്ചയാകണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണല്ലോ. കാരണം പാർട്ടി അച്ചടക്കത്തിന് പോലും വിരുദ്ധമായ രീതിയിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ പാർട്ടി ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടും അവർ പങ്കെടുക്കുകയാണ്. ശ്രീകുമാർ മനയിൽ, എന്താണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കളുടെ ഒരു വിലയിരുത്തലിൽ? മഞ്ജുഷ, ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിച്ചതായിട്ട് എനിക്കിത് കണ്ടിട്ട് തോന്നിയിട്ടില്ല. കാരണം ഓരോരോ കാലഘട്ടത്തിൽ അതാത് സമയത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ, ഗ്രൂപ്പ് ശാക്തിക ചേരികളെ, ഗ്രൂപ്പ് ബലാബലങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ടാണ് പുതിയ നേതൃത്വം കടന്നു വരുന്നത്. അങ്ങനെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഗ്രൂപ്പ് ബലാബലങ്ങളെയും ശാക്തിക ചേരികളെയും അവസാനിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ്സിലെ ഒരു പുതിയ നേതൃത്വം കടന്നു വന്നത്. ആ പുതിയ നേതൃത്വം കടന്നു വരുമ്പോൾ നിയമസഭാ കക്ഷി നേതാവായിട്ട് വി.ഡി. സതീശന്, KPCC അധ്യക്ഷനായിട്ട് കെ. സുധാകരൻ ചുമതലയേറ്റു. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം അനുസരിച്ചിട്ട് CLP ലീഡറായ വ്യക്തിയും KPCC അധ്യക്ഷനായ വ്യക്തിയും അവരുടേതായ പവർ സെൻറ്ററുകളെ പാർട്ടിയിൽ ഉണ്ടാക്കും. അത് ആർ ശങ്കറിൻ്റെ കാലം മുതൽ, കെ കരുണാകരൻ്റെ, എ കെ ആൻ്റണിയുടെ കാലം മുതൽ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തലയുടെ കാലം മുതൽ എല്ലായിടത്തും ഈ CLP ലീഡറും KPCC അധ്യക്ഷനും ഓരോ പവർ സെൻറ്ററുകളാണ് പാർട്ടിയിലെ. ആ പവർ സെൻറ്ററുകൾ അവരുണ്ടാക്കും. അപ്പോൾ ഈ പവർ സെൻറ്ററുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അവർക്ക് പിന്നിൽ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ, അണികൾ അണിനിരക്കുമ്പോഴാണ്. ഒരു വലിയ വിഭാഗം നേതാക്കളും അണികളും രണ്ട് നേതാക്കന്മാരുടെ പിന്നെ അണിനിരക്കുമ്പോഴാണ് ഈ പവർ സെൻറ്റേഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വി.ഡി. സതീശിൻ്റെയും കെ. സുധാകരനുമാണ് ഇപ്പോൾ ഈ പാർട്ടിയിലെ പവർ സെൻറ്ററുകൾ എന്നിരിക്കട്ടെ, ഞാൻ KC വേണുഗോപാലിനെ മാറ്റി നിർത്തുന്നു. അപ്പോൾ വി.ഡി. സതീശന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ പാർട്ടിയിൽ ആധിപത്യം ഉറപ്പിക്കാൻ, പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെതായ ആളുകളും അദ്ദേഹത്തിൻ്റെതായ അണികളും അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ ആയുധങ്ങളും അത്യാവശ്യമാണ്. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പരമ്പരാഗത ഗ്രൂപ്പ് സങ്കല്പങ്ങൾ ഇപ്പോൾ തകർന്നു. ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തരായിത്തീരുന്ന ആളുകളായിരുന്നു ഷാഫി പറമ്പിലിനെ പോലുള്ള ആളുകളൊക്കെ. അവരെല്ലാം ഇപ്പോൾ വി.ഡി. സതീശൻ്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കുകയാണ്. കാരണം പാർട്ടിയിലെ യുവാക്കളെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ എന്നുള്ളൊരു ഇമേജും CLP ലീഡർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ അധികാരശക്തിയും എല്ലാം കൂടി ചേർന്ന് അദ്ദേഹം പാർട്ടിയിലെ അദ്ദേഹം പാർട്ടിയുടെ പവർ സെൻ്ററാണ്. അപ്പോൾ ഈ കെ. സുധാകരൻ്റെ പിന്നിലും അണിയിരിക്കുന്ന നേതാക്കന്മാരുണ്ട്. വി.ഡി. സതീശൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുകൾ, വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് പാർട്ടിയിൽ തൻ്റെ സ്വാധീനം ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ നിർത്തിയതും, തൃക്കാക്കരയിൽ ഉമാ തോമസിനെ നിർത്തിയതും, പാലക്കാടിനെ രാഹുൽ മാങ്കൂട്ടത്തിന് നിർത്തിയതും നല്ല വോട്ടിന് വിജയിച്ച് കയറുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. കാരണം ഉപതെരഞ്ഞെടുപ്പുകൾ വിജയിക്കേണ്ടത് പാർട്ടി നേതൃത്വത്തിൻ്റെ ഏറ്റവും അടിയന്തരമായ ആവശ്യമായിരുന്നു. അപ്പോൾ ഈ പരമ്പരാഗത എ ഗ്രൂപ്പും പരമ്പരാഗത ഐ ഗ്രൂപ്പും തകർന്നപ്പോൾ ഈ പഴയ ഉമ്മൻചാണ്ടി വിശ്വസ്തർക്ക് എവിടെ പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു. എവിടെ പോയി ചെന്ന് കൂടണം? ഇപ്പോൾ ഷാഫി പറമ്പിലെ പോലെയുള്ള വളരെ ജനകീയതയുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ അംഗീകാരമുള്ള PC വിഷ്ണുനാഥനെ പോലുള്ള ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ള നേതാക്കൾ, എ ഗ്രൂപ്പിലെ നേതാക്കൾ പതിയെ വി.ഡി. സതീശനുമായിട്ട് കൈകോർക്കുകയും അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായി മാറുകയും ചെയ്തു. എന്നാൽ അങ്ങനെ വിശ്വസ്തരായിട്ട് മാറാൻ കഴിയാത്ത ചില എ ഗ്രൂപ്പിൻ്റെ അണികളും നേതാക്കളുണ്ട്. അവർ ആകെ പൊതുവെ കൺഫ്യൂഷനിലാണ്. പിന്നെ ചാണ്ടി ഉമ്മൻ്റെ കയ്യിലേക്ക് എ ഗ്രൂപ്പിൻ്റെ നേതൃത്വം എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും പാർട്ടിയിലുണ്ട്.
പക്ഷേ ചാണ്ടി ഉമ്മനാകട്ടെ അങ്ങനെ ഒരു ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അറിവോ പക്വതയോ കഴിവോ ഇല്ല. ഒരു പക്ഷേ നാളെ ഉണ്ടായേക്കാം, പക്ഷേ ഇപ്പോഴില്ല. കാരണം അദ്ദേഹം ഒരു പുതുമുഖമാണ്. അദ്ദേഹത്തിന് വളരെ കാരണം നമ്മൾ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയിലെ ഒരു പുതുമുഖ MLA മാത്രമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാനൊക്കെ പാർട്ടി നേതൃത്വത്തിന് കഴിയും. അപ്പോൾ അതുകൊണ്ട് ചാണ്ടി ഉമ്മനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇനി എ ഗ്രൂപ്പ് പുനഃസംഘടിപ്പിക്കുകയൊക്കെ അസാധ്യമായ കാര്യമാണ്. അപ്പോൾ ചാണ്ടി ഉമ്മനെ ഈ പറഞ്ഞ പോലെ പാലക്കാട് ചുമതല നൽകിയില്ല എന്ന് പറഞ്ഞു. കാരണം പാലക്കാട് ചുമതല നൽകിയത് ഈ പറഞ്ഞ പോലെ തന്നെ വളരെ സീനിയറായ നേതാക്കൾക്ക് തന്നെ. കാരണം ഒരു ഇലക്ഷനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത്രയ്ക്ക് പരിചയമില്ലാത്ത ആളുകൾ കൊണ്ട് പറ്റില്ല. ഞാൻ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. വളരെ ബുദ്ധിമുട്ടാണ്. ഈ വളരെ പ്രഗത്ഭരായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നടത്തി. മാത്രമല്ല പാലക്കാട് ആ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് വിജയിക്കുകയും ചെയ്തു. ആ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് വിജയിച്ച സ്ഥിതിക്ക് ചാണ്ടി ഉമ്മൻ പറയുന്ന കാര്യത്തിൽ അത്ര പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം തനിക്ക് അവിടെ ചുമതലയൊന്നും നൽകിയില്ലല്ലോ എന്ന്. പക്ഷെ അവിടെ സംഭവിക്കുന്നത് മറ്റൊരു കാര്യമാണല്ലോ ശ്രീകുമാർ മനയിൽ. അതായത് ഈ VD സതീശൻ വിരുദ്ധരുടെ ഒരു ഒന്നിക്കലാണല്ലോ ഇപ്പുറത്ത് നടക്കുന്നത്. അതിലൊരു പക്ഷേ രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യം പോലും ഉണ്ടായേക്കാം. ചാണ്ടി ഉമ്മനെ വെച്ചുകൊണ്ട്, ചാണ്ടി ഉമ്മനെ ആയുധമാക്കിക്കൊണ്ട് പിന്നിൽ നിന്ന് കളിക്കുന്ന ആളുകളുടെ എണ്ണം എടുത്താൽ അത് ഒരുപാട് ആളുകളുണ്ട്. അതിൽ വിശാലമായി എ ഗ്രൂപ്പ് എന്നൊന്നും പറയുവാൻ കഴിയില്ല. എ ഗ്രൂപ്പിനെ തന്നെ പിളർത്തുവാനായിട്ട് VD സതീശന് കഴിഞ്ഞിട്ടുണ്ടല്ലോ. എ ഗ്രൂപ്പിലെ ഒരു പ്രമുഖ യുവ നേതാവായിരുന്ന ഷാഫി പറമ്പിൽ ഇപ്പോൾ VD സതീശനോടൊപ്പമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ VD സതീശനോടൊപ്പമാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സമവാക്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. പക്ഷേ ചാണ്ടി ഉമ്മനെ ആയുധമാക്കിക്കൊണ്ട് പിന്നിൽ നിന്ന് വലിയൊരു കളി നടക്കുന്നുണ്ട് ഇവിടെ. ആർക്കെതിരെ? VD സതീശനെതിരെ. അല്ല, ചാണ്ടി ഉമ്മനെ ആയുധമാക്കിക്കൊണ്ട് VD സതീശനെതിരെ കളിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ചാണ്ടി ഉമ്മൻ അത്രയ്ക്ക് ശക്തമായ ഒരു ആയുധമൊന്നുമല്ല പാർട്ടിയിൽ. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ VD സതീശനെതിരെ ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾ അത്ര വിജയിക്കാനുള്ള സാധ്യതയില്ല. കാരണം നിങ്ങൾ ഈ പറയുന്ന പോലെ പ്രമുഖരായ നേതാക്കന്മാർ ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ അവരാരും അത്ര മണ്ടന്മാരും മന്ദബുദ്ധികളൊന്നുമല്ല. കോൺഗ്രസ് രാഷ്ട്രീയം അരച്ച് കലക്കി കുടിച്ച ആൾക്കാരായിരിക്കും അപ്പുറത്ത് നിൽക്കുന്നവർ. അവർക്കറിയാം ചാണ്ടി ഉമ്മനെ പോലത്തെ ആളെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാലൊന്നും VD സതീശനെതിരെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പിലെ വിജയങ്ങളിലെ വളരെ മികച്ച രീതിയിലുള്ള വിജയങ്ങളെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ അടിത്തറ പാർട്ടിയിൽ വളരെ സുഭദ്രമാണ്. CLP ലീഡർ എന്നുള്ള നിലയിലും അല്ലാത്ത രീതിയിലും അദ്ദേഹത്തിൻ്റെ അടിത്തറ പാർട്ടിയിൽ വളരെ ഭദ്രമാണ്. അപ്പോൾ ചാണ്ടി ഉമ്മനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു ആയുധമാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് ചെതറിപ്പോവുകയുള്ള ആ ഒരു നീക്കം. ശരിയുമാണല്ലോ. കാരണം വിജയിച്ചു നിൽക്കുന്ന ഒരു നേതാവാണ് CLP ലീഡർക്ക് VD സതീശൻ. അത് മാത്രമല്ല KPCC പ്രസിഡന്റ് K സുധാകരൻ, അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് മാറ്റണം എന്നുള്ള ആവശ്യം VD പക്ഷ നേതാക്കൾക്കുമുണ്ട്. സംശയമില്ലാത്ത കാര്യമാണല്ലോ. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു മാറ്റത്തിനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല. എന്തായാലും ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അതൊരു ജയിച്ചു നിൽക്കുന്ന ഒരു സമവാക്യം എന്ന രീതിയിൽ കൂടി അത് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ശ്രീകുമാർ മനയിൽ പറഞ്ഞ അഭിപ്രായ പഠനമുണ്ടല്ലോ, സതീശനെതിരെയുള്ള ഒരു പടനീക്കം ഇപ്പോൾ പാർട്ടിയിൽ വിജയിക്കുവാനുള്ള സാധ്യത തീരെ കുറവാണ്. സതീശന് ഇപ്പോൾ നേരത്തെ ശ്രീകുമാർ പറഞ്ഞതുപോലെ, മഞ്ജുഷ ചൂണ്ടിക്കാണിച്ചതുപോലെ, അത് വളരെ അദ്ദേഹത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ വഴിയിൽ തന്നെയാണ്. പ്രതിപക്ഷ നേതാവായ ശേഷം തൃക്കാക്കര തെരഞ്ഞെടുപ്പ്, അതേപോലെ പുതുപ്പള്ളി, ഇപ്പോൾ ഇതാ പാലക്കാടൊക്കെ വലിയ വിജയം നേടി, സംശയമൊന്നുമില്ല. അത് VD സതീശൻ്റെ സ്ഥാനാർത്ഥി നിർണയം മുതൽ അങ്ങോട്ട് അതിൻ്റെ നീക്കങ്ങൾ, സ്ട്രാറ്റജി എല്ലാം അത് വിജയത്തിലേക്കാണ് നയിച്ചത്. ഇതൊക്കെയാണ് ഹൈക്കമാൻഡ് ഒരു നേതാവിനെ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെ അസസ് ചെയ്യുമ്പോൾ പരിഗണിക്കുന്ന വിഷയങ്ങൾ. വിജയിച്ച ഉപതെരഞ്ഞെടുപ്പുകളുടെ എണ്ണം, സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ. പക്ഷേ ഇവിടെ ഹൈക്കമാൻഡിൻ്റെ പ്രീതിക്കപ്പുറത്ത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരം കിട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ശ്രീകുമാർ മനയിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം. ഇവിടെ നമ്മൾ ഉപതെരഞ്ഞെടുപ്പ് 3 ജയിച്ചു, ലോക്സഭയിൽ ഭയങ്കര വിജയം നേടി. കഴിഞ്ഞ തവണ ലോക്സഭയിലൊക്കെ വലിയ വിജയം നേടിയതാണല്ലോ 2019. 21 എന്തായി? അപ്പോൾ വളരെ അടിത്തറയുള്ള CPM, ഭരണത്തിൻ്റെ പിന്തുണയുള്ള CPM ആ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആ ശക്തിയുള്ള ഒരു പാർട്ടിയെ, ഒരു മുന്നണിയെ നേരിടാനുള്ള ശേഷി കോൺഗ്രസിനും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്കും, ഐക്യജനാധിപത്യ മുന്നണിക്കും ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇങ്ങനെ ഓരോ നേതാക്കളെ അങ്ങോട്ട് മാറ്റി നിർത്തി ഇങ്ങോട്ട് മാറ്റി നിർത്തിയാൽ എനിക്ക് VD സതീശന് വലിയ പ്രതീക്ഷയുണ്ട് ഇപ്പോഴും. പക്ഷേ VD സതീശ അത് വിജയിക്കാൻ പോകുന്നില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും
ഭയങ്കര മാരകമായിരിക്കും. അത് ഇത് എല്ലാ കാലത്തും കോൺഗ്രസിൽ ഈ ഗ്രൂപ്പ് വഴക്കും മാറ്റി നിർത്തലും ഒരാളുടെ മേൽക്കോയ്മയും ഒക്കെ വന്നിട്ടുണ്ട്. അത് അറിയാവുന്ന കാര്യമാണല്ലോ താങ്കൾക്ക്. താങ്കൾ കോൺഗ്രസ് രാഷ്ട്രീയം അരച്ചു കലക്കി കുടിച്ചയാളാണ് അല്ലെ? അപ്പോൾ അങ്ങനെയാവുമ്പോൾ വലിയ ഭരണവിരുദ്ധ വികാരമൊക്കെ 2026 ആഞ്ഞടിക്കുകയാണെങ്കിൽ ഇതൊക്കെ പുഷ്പം പോലെ മറികടക്കുവാൻ കോൺഗ്രസിന് കഴിയും. മറികടക്കാം, പക്ഷേ ചേലക്കര മറികടന്നില്ലല്ലോ. ഈ ഭരണവിരുദ്ധ വികാരം എന്നൊക്കെയുള്ള വലിയ മുദ്രാവാക്യം വിളിച്ചിട്ട് നേട്ടമുണ്ടായി. കുറച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷേ ചേലക്കരയിലും ഇടതുപക്ഷം ജയിച്ചു. അതുകൊണ്ടൊരു വിൻ വിൻ സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. പാലക്കാടും ചേലക്കരയും തമ്മിൽ നോക്കുമ്പോൾ വയനാട് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഗംഭീര ഭൂരിപക്ഷം നേടി. ഞാനിപ്പോഴും പറയുന്നു, VD സതീശിൻ്റെ നേതൃത്വത്തിൻ്റെ മികവിനെയോ കഴിവിനെയോ ഞാൻ കുറച്ച് കാണുന്നില്ല, ഒരു ഇഞ്ച് പോലും കുറയ്ക്കുന്നില്ല. പക്ഷേ നിർണായകമായ പരീക്ഷണം 2016 നടക്കുമ്പോൾ കോൺഗ്രസിൽ ഒരു നേതാവിനെയും പുറമ്പോക്കിൽ നിർത്തരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനതാണ് പറയുന്നത്. ഇപ്പം ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ പൈതൃകം ഉൾക്കൊള്ളുന്ന നേതാവാണ്. അദ്ദേഹത്തിന് മകനായിപ്പോയി, സംശയമൊന്നുമില്ല. ആര്യാടൻ മുഹമ്മദിന് മകനുണ്ട്, ഷൗക്കത്ത് ആര്യാടൻ. അറിയാമോ? ഷൗക്കത്ത് ആര്യാടനെ തോൽപ്പിച്ചവരുടെ കൂട്ടത്തിൽ അവിടുത്തെ നിലമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകരും ഉണ്ടായിരുന്നു. അറിയാമോ മഞ്ജുഷിനെ? എനിക്കറിയാം. കാരണം ആര്യാടൻ വലിയ നേതാവായിരുന്നു, കരുത്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങളൊക്കെ തീരെ ചെറുപ്പക്കാരായിരുന്നു, അശുക്കളായിരുന്നു. പക്ഷേ ആ ഒരു വിലയും നിലയും മാനവും ഒന്നും ആര്യാടൻ്റെ മകൻ ഷൗക്കത്ത് ആര്യാടന് കൊടുക്കാനില്ല എന്നാണ് അവിടുത്തെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളൊക്കെ പറഞ്ഞത്. ആരുടെയും പേരൊന്നും പറയുന്നില്ല. അവരൊക്കെ കൂടിയാണ് ഷൗക്കത്തിനെ തോൽപ്പിച്ചെന്നും കൂടി ഓർക്കണം. പിന്നെ രണ്ടാമതൊരു കാര്യം കൊണ്ട്, ഷൗക്കത്ത് ജയിക്കുകയും 2021 ഐക്യജനാധിപത്യത്തിന് അധികാരത്തിൽ വരികയും ചെയ്താൽ ഷൗക്കത്ത് മന്ത്രിയായാലോ എന്ന പേടിയും കൊണ്ട് ചിലർക്ക്. അതുകൊണ്ട് ഷൗക്കത്തിനെ അവിടെ വിട്ടുക. ഇങ്ങനെ വെട്ടി നിർത്തിയാണ് കോൺഗ്രസ് അങ്ങോട്ടും ഇങ്ങോട്ടും പടം വെട്ടി സ്വയം പരാജയപ്പെടുകയാണ്. ഇതുണ്ടാവരുത് എന്നുള്ളതാണ് ഞാൻ പറയുന്നതിൻ്റെ സാരം. അങ്ങനെയാണെങ്കിൽ VD സതീശന് എന്ത് ചെയ്യണമെന്നാണ് ഇപ്പോൾ? ശൈലി മാറ്റമെന്ന് JS അഖിൽ ഇവിടെ ഉദ്ദേശിച്ചത് സതീശനെയാണ്, സതീശനെ തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അഖിലിനെ തുറന്നു ആയിരിക്കും. അഖിൽ ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. അഖിൽ അങ്ങനെ അത്രയും പറഞ്ഞത് തന്നെ അത്ഭുതമാണ്. പക്ഷേ അഖിൽ പറഞ്ഞതിൻ്റെ സാരാംശം എന്ന് പറയുന്നത്, നേതാവ് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകണം. അങ്ങനെയാണ് കരുത്തരായ നേതാക്കൾ. അങ്ങനെയാണ് മഞ്ജുഷേ, കരുത്തരായ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരെയും. പിണറായി വിജയൻ വലിയ വിഭാഗീയതയുടെ മധ്യത്തിലാണല്ലോ CPMൻ്റെ നേതാവായിട്ട് വരുന്നത്. വിമത പ്രവർത്തനം എവിടെ പോയി? ഓരോരുത്തരെയും കൊണ്ടുവന്നില്ലേ? എല്ലാവരും പാർട്ടിയുടെ ഒരു അടിവാരത്തിലേക്ക് കൊണ്ടുവന്നില്ലേ? കോൺഗ്രസിൽ തൽക്കാലം അത് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെ യോജിച്ചു കൊണ്ടുപോകുന്ന ഒരു അന്തരീക്ഷം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ. ഒരു കാര്യം ഇപ്പോൾ മറ്റൊരു തമാശ കൂടി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കാണുന്നുണ്ട്. രമേശ് ചെന്നിത്തല മഹാരാഷ്ട്രയിൽ ശ്രദ്ധ ഊന്നുകയായിരുന്നു. അദ്ദേഹം പാലക്കാട്ടേക്ക് അദ്ദേഹം 1-2 ദിവസം മാത്രമേ വന്നുള്ളൂ. അത് VD സതീശൻ ഒരു വാർത്താ സമ്മേളനത്തിൽ തന്നെ ശ്രീ ശ്രീജിത് പണിക്കർ അതൊരു വ്യംഗ്യാർത്ഥ രൂപത്തിൽ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു രമേശ് ചെന്നിത്തലയുടെ കാര്യം. ചെന്നിത്തല ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ സതീശൻ വാർത്താ സമ്മേളനം നടത്തുന്നതിന് മുൻപ് തന്നെ വാർത്താ സമ്മേളനവുമായി രംഗത്തെത്തുകയാണ്. അതായത് താനാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് എന്ന രീതിയിൽ ഒരു സൂപ്പർ പ്രതിപക്ഷ നേതാവ് ചമയുകയാണ് വീണ്ടും രമേശ് ചെന്നിത്തല. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കൈകളും ഇക്കാര്യത്തിൽ സംശയിക്കാമല്ലോ VDക്കെതിരായുള്ള നീക്കത്തിൽ. അല്ല, ഇതൊക്കെ നമ്മൾ സാധാരണ രാഷ്ട്രീയത്തിൽ പറയുമ്പോഴുള്ള യൂഷ്വൽ സസ്പെക്ട്സ് എന്ന് പറയുന്ന ആൾക്കാരാണ്. കാരണം നമ്മൾ ചത്തത് കീചകനെങ്കിൽ കൊന്നതാര് എന്ന ഒരു ചൊല്ല് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലത്തേക്ക് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ആർക്കെങ്കിലും ഒരു വീഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആര് സ്പോൺസർ ചെയ്തിട്ടാണ് എന്ന രീതിയിലത്തേക്കുള്ള ഊഹങ്ങളൊക്കെ തന്നെ എല്ലാ കാലവും ഉള്ളതാണ്. പലപ്പോഴും അത് ശരിയായിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഒരുപക്ഷെ ഇത്രയും നാൾ വളരെ ലോ പ്രൊഫൈലായിട്ട് കഴിഞ്ഞിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല ഈ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായിട്ട് അദ്ദേഹത്തിൻ്റെ 2020 മുതലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലുള്ള ശൈലിയിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പല പ്രധാനപ്പെട്ട വിഷയങ്ങളിലും പത്രസമ്മേളനങ്ങൾ നടത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് പറയുന്നതിനേക്കാൾ മുമ്പ് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നതിനേക്കാൾ കൂടുതൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് കൊച്ചി സ്മാർട്ട് സിറ്റി ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും അദ്ദേഹം ഏത് രീതിയിലാണ് പ്രതികരിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഇപ്പോൾ JS അഖിൽ അടക്കം അല്ലെങ്കിൽ ശ്രീ ചാണ്ടി ഉമ്മൻ അടക്കം പറയുന്നത് ഒരു യങ് ബ്രിഗേഡിനെ പറ്റിയാണ് എങ്കിൽ പുതുതായിട്ട് അവസരങ്ങൾ വരുന്നത് ചെറുപ്പക്കാർക്കായിരിക്കണം എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ, പാർട്ടിയിൽ ഒരു തലമുറ മാറ്റം എന്നുള്ള ആശയമാണ് പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് എങ്കിൽ,
അവിടെ ഒരുപക്ഷെ വരാൻ സാധ്യതയില്ലാത്ത പേരുകളാണ് ഇതൊക്കെ. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരും വളരെ സീസൺഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആയിട്ടുള്ള രാഷ്ട്രീയത്തിൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നതെന്ന് നോക്കുക. ഇപ്പൊ ഇതിനകത്തിൽ തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം വന്നിരിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹം പറയുന്നത് ചാണ്ടി ഉമ്മൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എങ്കിൽ അത് മനസ്സിലാക്കണം. ഇതേ അഭിപ്രായം തന്നെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത്, ഇതേ അഭിപ്രായം തന്നെയാണ് കെ മുരളീധരൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു തലമുറ മാറ്റത്തിന് വേണ്ടി പറയുകയാണെങ്കിലും ചെറുപ്പക്കാരെ പുതിയ സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ തീരുമാനിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞാലും അവിടെ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു നെക്സസ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും അത് ചെറുപ്പക്കാരുടെ മാത്രം കൺസേൺ ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇത് ചെറുപ്പക്കാർ വേഴ്സസ് തലമുതിർന്ന ആൾക്കാർ എന്ന രീതിയിലത്തേക്ക് വരണമായിരുന്നു. പക്ഷെ അങ്ങനെയില്ല. ചെറുപ്പക്കാരോടൊപ്പം തന്നെ നിൽക്കുന്ന രീതിയിലത്തേക്കുള്ള നിലപാട് പറയുമ്പോൾ ഇതിപ്പോൾ ഉദാഹരണത്തിന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കണ്ടില്ലേ? അദ്ദേഹം പറയുന്നത് തന്നെ പുതിയ ഒരു പുനഃസംഘടന ഉണ്ടാകുന്ന സമയത്ത് അത് ഏത് രീതിയിലത്തേക്ക് വേണം, പുതിയ ആൾക്കാരാണോ വേണ്ടത് അതോ പഴയ ആൾക്കാരാണോ, എന്താണ്, ഏത് രീതിയിലത്തേക്കുള്ള ഒരു നായകത്വമാണ് പാർട്ടിക്ക് ഇനി ആവശ്യമെന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് അതിൻ്റെ മിക്സ് എന്നാണ്. അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള മിക്സ് എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ അങ്ങനെ പഴയ തലമുറ എന്ന രീതിയിലത്തേക്ക് ഞങ്ങൾ അങ്ങനെ ഔട്ട്ഡേറ്റഡ് ആയി പോയിട്ടില്ല, ഞങ്ങളെ അങ്ങനെ റീപ്ലേസ് ചെയ്യേണ്ടത് ആവശ്യമില്ല. പക്ഷേ അതിനോടൊപ്പം തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അവസരങ്ങൾ നൽകണം എന്ന് വെച്ചാൽ ഒന്നുകിൽ ഈ പഴയ നേതാക്കന്മാരിൽ പലരും ഈ ഒരു ആവശ്യത്തിന് പിന്നിലുണ്ട്, അതല്ല എങ്കിൽ ഈ പഴയ പല നേതാക്കന്മാർക്കും ഇനി വരുന്ന യുവാക്കളുടെ ആവശ്യങ്ങളെ അംഗീകരിച്ച് മാത്രമേ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ, ആ ഒരു ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ചിന്തയും ഇവിടെ ഉണ്ടാകും. ഞാൻ കരുതുന്നത് ഇപ്പോൾ ഈ രീതിയിലത്തേക്കൊക്കെ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും അല്ലെങ്കിൽ വളരെ മയപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ, സ്ഥാനാർത്ഥി നിർണയം വരുന്ന ഘട്ടത്തിൽ ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്നുള്ളതാണ് കാണേണ്ടത്. കാരണം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ട് നമുക്ക് എല്ലാ തവണയും നമുക്കറിയാമല്ലോ, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാകുന്ന ആള് ചെറുപ്പക്കാരൻ തന്നെയാണ്, ആ കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വരുന്ന സമയത്ത് എത്ര ചെറുപ്പക്കാരെ, യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന എത്ര ആൾക്കാരെ, മറ്റുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്ന എത്ര ആൾക്കാരെ, ഏത് പ്രായത്തിന് താഴെയുള്ള ആൾക്കാരെ കൂടുതലായിട്ട് പരിഗണിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ 2021 തെരഞ്ഞെടുപ്പ് നോക്കുന്ന സമയത്ത് ഏതാണ്ട് 50% ആൾക്കാരൊക്കെ തന്നെ ഇതേപോലെ ഫ്രഷ് ഫേസസ് വന്നിരുന്നു എന്ന രീതിയിലത്തേക്ക് നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇതൊക്കെ അല്ലല്ലോ, ഇതൊക്കെ എല്ലാവരെയും പരിഗണിക്കാൻ പറ്റുകയില്ല എന്നത് വാസ്തവമാണ്. ശ്രീ ശ്രീജിത്ത് പണിക്കർ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സൈബർ ഇടത്തിൽ വലിയ രീതിയിൽ ഇപ്പോൾ ഒരു യുദ്ധം തന്നെ നടക്കുകയാണ്. ഈ കോൺഗ്രസിന്റെ ഈ യുവ നേതാക്കളുടെ പ്രൊഫൈലുകളിൽ അതിൽ ഏറ്റവും കൂടുതൽ അപമാനിതനാകുന്നത് ചാണ്ടി ഉമ്മനാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അതായത് വിജയിച്ചു നിൽക്കുന്ന ഒരു ടീം, ആ ടീമിനെ അനുകൂലിക്കുന്ന ആളുകൾ ഇപ്പോൾ എതിർ ടീമിനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അതായത് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BD സതീശന്റെ തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ അതിൽ സംശയമില്ലാത്ത കാര്യമാണല്ലോ. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അത് തന്നെയാണ്. എതിർപ്പുള്ളവർ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്കത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വന്നു. അപ്പോൾ തന്നെ ഒരു ചോദ്യമുണ്ടായിരുന്നു ആ സമയത്ത്, എങ്ങാനും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അത് സതീശന് വലിയ രീതിയിൽ ക്ഷീണമുണ്ടാക്കുന്നതാണ് എന്ന്. ഇപ്പോൾ ജയിച്ചതിന് ശേഷം സതീശൻ വിജയിയായി ഇപ്പോൾ വിരാജിക്കുന്ന ഈ സമയത്ത് എതിർപക്ഷം മറ്റ് ആക്ഷേപങ്ങളുമായി വന്നിരിക്കുകയാണ്. അതായത് ജോലി ചെയ്യുന്ന യുവാക്കളെ പരിഗണിക്കുന്നില്ല. അതിലാണ് താങ്കൾ പറഞ്ഞത് അത് യുവാക്കളുടെ ശബ്ദം മാത്രമല്ല, അതിൽ തലമുതിർന്ന നേതാക്കൾക്കുടെ പിന്തുണ കൂടി അക്കാര്യത്തിൽ ഉണ്ട് എന്ന്. പക്ഷേ ഇവിടെ ഈ സമയത്ത് വിജയിച്ചു നിൽക്കുന്നത് സതീശനും ആ ഗ്രൂപ്പുമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആക്ഷേപശരങ്ങൾ ഇവർക്ക് നേരെ മറുവശത്തിനെതിരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അതിപ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലും കാണുന്നുണ്ട്. നേരത്തെ അഖിൽ പറഞ്ഞ കാര്യം ഇത്തരത്തിൽ അപമാനിതരാവുകയാണ് ഞങ്ങൾ എന്നാണ്. പക്ഷെ അതിനൊരു സൊല്യൂഷൻ ഇല്ലല്ലോ. ഇപ്പോൾ നേതൃത്വം ഏത് രീതിയിൽ അക്കാര്യത്തിൽ ഇടപെടാനാണ്? ഇല്ല, ഇത് അനുനയിപ്പിക്കുക, പരസ്യ പ്രസ്താവനകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ സമ്മർദ്ദം ചെലുത്തുക തുടങ്ങിയ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കാരണം ഇവിടെ ഇപ്പോൾ പരസ്യ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ചാണ്ടി ഉമ്മനെ അനുകൂലിക്കുന്ന വിഭാഗമാണ്. പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു പ്രസ്താവന വേണ്ട, പരസ്യമായിട്ട് ആരും പ്രതികരിക്കേണ്ട എന്നാണ്. പക്ഷെ അവർ ഈ വിഷയം പൊതുസമൂഹത്തിൽ വീണ്ടും ഉന്നയിക്കുകയാണ്, ഞങ്ങളെ അവഗണിക്കുന്നു. ഇതിൽ അനുനയിപ്പിക്കുക അല്ലെങ്കിൽ അനുരഞ്ജനത്തിന്റെ പാതകൾ തേടുക എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് നിലവിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ചാണ്ടി ഉമ്മൻ അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ചാണ്ടി ഉമ്മനോടൊപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വികാരം ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ട്രെൻഡിനെ റിവേഴ്സ് ചെയ്യാൻ കാരണമായേക്കാം. അപ്പോൾ അത്തരത്തിലുള്ള അബദ്ധങ്ങളിലേക്കൊന്നും തന്നെ ഒരുപക്ഷെ കോൺഗ്രസ് പോകാനുള്ള സാധ്യതയില്ല. ഇവിടെ രണ്ട് കാരണങ്ങളാണ്.
ചാണ്ടി ഉമ്മൻ പറയുന്ന കാര്യങ്ങൾക്ക് സ്വീകാര്യത കിട്ടാത്തതോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെ ഒരു വിക്ടിമാക്കുന്ന രീതിയിലേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ അവഹേളിക്കപ്പെടുന്നതിനോ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്. അതിലൊന്ന് ഇപ്പം മഞ്ജുഷ് പറഞ്ഞത് തന്നെയാണ്. അതായത് അദ്ദേഹം ആർക്കെതിരെയാണ് അല്ലെങ്കിൽ ഏത് പക്ഷത്തിനെതിരെയാണ് അദ്ദേഹം ശരങ്ങൾ തൊടുക്കുന്നത്, ആ പക്ഷം അവിടെ വിജയ് ശ്രീലാളിതരായിട്ട് നിൽക്കുകയാണ്. അതും പാലക്കാട് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലത്തേക്കുള്ള ഒരു വിജയം അവർക്ക് കിട്ടി. ആ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ആരോപണം ഉണ്ടായിരുന്നു. അതായത് പാർട്ടി വിട്ടുപോയിരുന്ന സ്ഥാനാർത്ഥിയുടേതാണെങ്കിലും പാർട്ടിയിൽ നിന്നിരുന്ന ആൾക്കാരുടേതാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ചില ആൾക്കാർ ചേർന്ന് തീരുമാനിച്ചിരുന്ന ചില ആൾക്കാരുടെ മാത്രം കാൻഡിഡേറ്റ് എന്ന രീതിയിലായിരുന്നു, നോമിനിയാണ് എന്ന രീതിയിലാണ് പറയപ്പെട്ടിരുന്നത്. അപ്പോൾ അതിനെയെല്ലാം തന്നെ മറികടന്നുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് വലിയ രീതിയിലത്തേക്കുള്ള ഭൂരിപക്ഷത്തിൽ ജയിക്കാനായിട്ട് അവർക്ക് സാധിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുടെ വികാരം എന്ന് പറയുന്നത് അതൊരു ശരിയായിട്ടുള്ള ഡിസിഷനാണ് എന്നാണ് ഹൈൻസൈറ്റിൽ അങ്ങനെ അതിനെ കരുതാൻ കഴിയുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിക്ക് കിട്ടുന്ന അതേ സ്വീകാര്യത പൊതുസമൂഹത്തിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് ചാണ്ടി ഉമ്മന് കിട്ടാനുള്ള സാഹചര്യം വളരെ വളരെ കുറവാണ്. ഉമ്മൻചാണ്ടി അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ടാണ്, അതല്ലാതെ മറ്റൊരാളിൻ്റെ പ്രവൃത്തികളെ സ്വായത്തമാക്കാനായിട്ട് ശ്രമിച്ചത് കൊണ്ടല്ല. മറിച്ച് ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പൊതുരംഗത്തേക്ക് വന്ന് സജീവമായി പ്രവർത്തിക്കുകയും ഒരു സാമാജികനാവുകയും ചെയ്തതിനു ശേഷം അധികകാലമായിട്ടില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പേരുണ്ടാക്കുന്നതിനോ അത് ഉമ്മൻചാണ്ടിയുടെ നിലവാരത്തിലേക്ക് എത്തുന്നതിനോ ഇനിയും ഒരുപാട് കാലം അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന പേരിൽ മാത്രമുള്ള ഒരു സെന്റിമെന്റലായിട്ടുള്ള ഒരു പിന്തുണ അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്, പ്രത്യേകിച്ച് മറുപക്ഷം ജയിച്ചു നിൽക്കുന്നത് കൊണ്ട്. അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ക്ഷീണം അവർക്കുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ചാണ്ടി ഉമ്മൻ ഒരു തിരുത്തലിൻ്റെ സ്വരമാണ് എന്ന രീതിയിലത്തേക്കോ ഒരു തലമുറ മാറ്റമാണ് ഇവിടെ ആവശ്യമുണ്ട് എന്ന ചർച്ചകൾക്കൊക്കെ തന്നെ ആക്കം കൂട്ടുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. പക്ഷേ ഈ 2 ഫാക്ടറുകൾ, ഒന്ന് അദ്ദേഹം ആർക്കെതിരെയാണോ സംസാരിക്കുന്നത് ആ പക്ഷം ശക്തമായിട്ട് വിജയിച്ചു നിൽക്കുകയാണ്. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ പക്ഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കിട്ടുന്ന വ്യക്തിപരമായിട്ടുള്ള സ്വീകാര്യത എന്ന് പറയുന്നത് നാളിതുവരെ ഉമ്മൻചാണ്ടിയുടെ പേരിലാണ്. അപ്പൊ അതിനെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അവർ ശരിയാണ്. ഇപ്പോൾ ഒരാൾ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്, ശ്രീ ഷിറാസ് ഖാൻ. അദ്ദേഹം തിരുവനന്തപുരം DCC സെക്രട്ടറി കൂടിയാണ്. ശ്രീ ഷിറാസ് ഖാൻ, എന്താണ് ഇപ്പോൾ ഈ വിജയിച്ചു നിൽക്കുന്ന ഒരു ടീമിനെതിരെയുള്ള അഭിപ്രായ പ്രകടനം ചാണ്ടി ഉമ്മൻ നടത്തി? ഈ രീതിയിലുള്ള ഒരു വിലയിരുത്തൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാണ്ടി ഉമ്മൻ പാർട്ടി വേദിയിൽ ഉന്നയിക്കേണ്ട ഒരു കാര്യം പരസ്യമായിട്ട് പറഞ്ഞു, ആ ഒരു തോന്നലും ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ. വിജയിച്ച് നിൽക്കുന്ന ഒരു ടീമിനെതിരെ വിമർശനം ഉന്നയിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. അഭിപ്രായം തുറന്നു പറയാനുള്ള സാഹചര്യങ്ങളെ അഭിപ്രായം തുറന്നു പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ ചില വിജയങ്ങൾ മാത്രമല്ലല്ലോ ഒരു സംഘടനയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെ വിലയിരുത്തേണ്ടത്. സംഘടന കോൺഗ്രസ് പാർട്ടി താഴെത്തട്ടിൽ വളരെ പ്രതിസന്ധി നേരിടുകയാണ്. രാജ്യം പ്രതിസന്ധി നേരിടുന്നത് പോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ അണികൾ പലപ്പോഴും അസംതൃപ്തരായി നിൽക്കുന്നു. ഇവിടെ ചാണ്ടി ഉമ്മൻ പറഞ്ഞത് എന്താ? കെ കരുണാകരനോടൊപ്പവും ഉമ്മൻചാണ്ടിയോടൊപ്പവും സജീവമായി നിന്ന പല പ്രവർത്തകരും ഒഴിവാക്കപ്പെടുന്നു എന്നൊരു വികാരമാണ് അദ്ദേഹം പങ്കുവച്ചത്. അതിന് കേവലം ചാണ്ടി ഉമ്മന്റെ ഒരു എസ്റ്റാബ്ലിഷിന് വേണ്ടിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടല്ല അത് കാണേണ്ടത്. അത് കോൺഗ്രസ് പ്രവർത്തകർ പല തഴക്കവും പഴക്കവുമുള്ള കോൺഗ്രസ് പ്രവർത്തകർ പറയാൻ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം ചാണ്ടി ഉമ്മൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ കോൺഗ്രസ് പാർട്ടി ഇന്ന് ചിലരുടെ മാത്രം കൈകൾക്കുള്ളിലേക്ക് ഒതുങ്ങുകയാണ്. ഇതൊരു സോഷ്യൽ മീഡിയയ്ക്കകത്തുള്ള പുകമറയായി മാത്രം നമുക്കൊരു വലിയൊരു പ്രസ്ഥാനത്തെ കൊണ്ടുപോകാൻ പറ്റുമോ? അവിടെ താഴെത്തട്ടിൽ സംഘടിപ്പിക്കപ്പെടണ്ടേ? താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് ഒരു കംഫർട്ട് സോൺ അനുഭവപ്പെടാൻ കഴിയണം. അവർക്കൊരു സംതൃപ്തി ഉണ്ടാവണം പ്രവർത്തനത്തിൽ. അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടണം. ആ വിലയിരുത്തപ്പെടലുകൾ ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉണ്ടാകുന്നില്ല. മാത്രമല്ല സജീവമായി കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് 2ാം നിര 3ാം നിര നേതാക്കളിൽ പലരും ഇന്ന് കോർണർ ചെയ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ചിലരുടെ താല്പര്യം മാത്രം സംരക്ഷിക്കപ്പെടുകയാണ്. ചിലർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം ഈ പാർട്ടിക്കകത്ത് തുടരാൻ കഴിയൂ, അല്ലെങ്കിൽ അവർക്ക് മാത്രമേ ഇതിനകത്ത് വിശാലമായ ഒരു ക്യാൻവാസിലേക്ക് നിൽക്കാൻ പറ്റൂ എന്നുള്ളൊരു സാഹചര്യം വന്നാൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് ആരാണ് അങ്ങനെ തടസ്സം നിൽക്കുന്നത്? ശ്രീ ഷിറാസ് ഖാൻ, ആരാണ് തടസ്സം നിൽക്കുന്നത്? അങ്ങനെ ഒരു ഇപ്പോൾ നേതൃത്വം എന്ന് പറയുന്നത് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇവരിൽ ആരാണ് തടസ്സമായിട്ട് നിൽക്കുന്നത്? ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കപ്പെടുന്നത്? KPCC പ്രസിഡന്റിനെയോ പ്രതിപക്ഷ നേതാവിനെയോ ചാണ്ടി ഉമ്മൻ ക്രിറ്റിസൈസ് ചെയ്തിട്ടില്ല, വിമർശിച്ചിട്ടില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്ന് സൂക്ഷിച്ചു നോക്ക്. KPCC പ്രസിഡന്റ്
ഇതിനെ മാറ്റുന്ന സാഹചര്യം ഇന്ന് നിലവിലില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ള ചർച്ചകൾ വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തിരഞ്ഞെടുപ്പിൽ വിജയം കൈവരിച്ച സ്ഥിതിക്ക് അതൊരു ടീം വിജയമായിരുന്നു, അതൊരു വ്യക്തികളുടെ വിജയമല്ല. അപ്പൊ KPCC പ്രസിഡന്റിനെ മാറ്റുകയും എന്നാൽ ആ തിരഞ്ഞെടുപ്പ് ആ ടീമിന്റെ ഭാഗമായി നിന്ന് അവർക്ക് ചിലരങ്ങ് നിലനിൽക്കട്ടെ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റിലേക്ക് പോകണ്ട എന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞതിന്റെ അതായത് KPCC പ്രസിഡന്റ് ഓക്കെ, കുഴപ്പമില്ല, അപ്പോൾ പിന്നെ ഒരാളെ അവശേഷിക്കുന്നുള്ളൂ, അത് പ്രതിപക്ഷ നേതാവാണ്. അല്ല, അത് ഈ രാഷ്ട്രീയ ചുറ്റുപാട് വിലയിരുത്തുന്ന ആളാണല്ലോ നിങ്ങളൊന്ന് വിലയിരുത്തിയാൽ മതി ആരായിരിക്കുമെന്ന്. ഇവിടെ ഈ ഉമ്മൻചാണ്ടി സാറിനോടൊപ്പം അടിയുറച്ച് നിന്നയാളാണ് ശ്രീ ലത്തീഫ്, MA ലത്തീഫ്. ലത്തീഫിനെ അകാരണമായി മാറ്റി. ലത്തീഫിനെ അകാരണമായി മാറ്റിയെന്ന് MA ലത്തീഫിനെ അകാരണമായി മാറ്റിയെന്ന് മാത്രമല്ല, MA ലത്തീഫ് എന്ന് പറഞ്ഞാൽ KPCC ട്രഷറായിരുന്ന ആളാണ്, DCC ട്രഷറായിരുന്ന ആളാണ്, KPCCയിലേക്ക് വരേണ്ട ആളാണ്. അദ്ദേഹത്തെ പൂർണ്ണമായി മാറ്റി നിർത്തി. ആരുടെ താല്പര്യമാണ്? പാർട്ടിയുടെ താല്പര്യമാണോ? അതുപോലെ എത്രയോ പേര് പാർട്ടി വിട്ടു പോയി. അപ്പൊ ഈ പാർട്ടി വിട്ടു പോകുന്നവരൊന്നും തന്നെ പാർട്ടിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളവരല്ലേ? അപ്പൊ എന്താണ് അടിസ്ഥാന പ്രശ്നമെന്ന് പരിശോധിക്കാൻ കഴിയണം. ഇവിടെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ പളവളപ്പ് ഉണ്ടാക്കിയാൽ മാത്രം മതിയോ പാർട്ടി? താഴെത്തട്ടിൽ നിന്ന് KSUവിൽ നിന്ന് യൂത്ത് കോൺഗ്രസിൽ നിന്ന് താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്നവർക്കൊന്നും ഒരു സാധ്യതകളുമില്ല. മറിച്ച് സോഷ്യൽ മീഡിയയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നവരാണ് പുതിയ നേതാക്കൾ എന്നൊരു സാഹചര്യം വരുമ്പോൾ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ അല്ലെങ്കിൽ പ്രവർത്തകരുമായി ബന്ധമുള്ളവർ കുറെ പേരങ്ങ് നിശബ്ദരാകും. അങ്ങനെ നിശബ്ദമാകുന്നത് പാർട്ടിക്ക് ദോഷമാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പാർട്ടി വിരുദ്ധ പ്രവർത്തനമായി മാറുന്നത്? എല്ലാ കാലത്തും ഈ യുവാക്കൾക്ക് പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടാകാറുണ്ട് വനിതകൾക്കും. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്കും വനിതകൾക്കുമാണ് പ്രാതിനിധ്യം കിട്ടിയത്. യുവാവായ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പാലക്കാട് വിജയക്കൊടി നാട്ടിയത്. ഒരു വനിതയ്ക്കാണ് ചേലക്കരയിൽ സീറ്റ് കൊടുത്തത്. നേതൃത്വത്തിന് മുന്നിൽ ക്ലിനിക്കൽ യുവത്വമായി നിന്നാൽ മാത്രമേ ഇതിനകത്ത് നിൽക്കാൻ പറ്റൂ എന്നൊരു സാഹചര്യം വരുന്നത് ശരിയല്ല. അല്ല, അത് ഇപ്പോഴത്തെ നേതൃത്വം അല്ല, KPCC പ്രസിഡന്റിന്റെ പ്രശ്നമില്ലല്ലോ. KPCC പ്രസിഡന്റ് അല്ല ഇതിന് ഉത്തരവാദി, അല്ലേ? അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പാർട്ടിയുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അറിയാൻ കഴിയുന്നവർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വേരുകൾ ഉള്ളവരായിരിക്കണം പാർട്ടിയുടെ കീ പോസ്റ്റുകളിലേക്ക് അല്ലെങ്കിൽ പാർട്ടി നൽകുന്ന കീ പോസ്റ്റുകളിലേക്ക് കടന്നു വരേണ്ടത്. അല്ലാതെ വാചക കസർത്ത് കൊണ്ടും ഒരു വിഷയം പഠിച്ച് അവതരിപ്പിക്കുന്നതും ഒരു സംഘടനയെ നിയന്ത്രിക്കുന്നതിനൊരു കാരണമായിട്ടൊരു ഘടകമായിട്ട് നേതൃത്വം കണ്ടാൽ പാർട്ടി ഉപ്പുവെച്ച കലം പോലെ ആയിപ്പോകും. ശരി, ശ്രീ ജേക്കബ് ജോർജ്, കാര്യങ്ങൾ കുറച്ച് അഖിൽ പറഞ്ഞതും ഷിറാസ് ഖാൻ പറഞ്ഞതും ഒക്കെ ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ഇതൊരു സംഘടിത നീക്കമായിട്ട് തന്നെ വരുന്നുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ യുവാക്കളായ നേതാക്കൾ ഇവരെയും മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഈ സംഘടിത നീക്കം നടക്കുന്നുണ്ട്. ആത്യന്തികമായ പ്രശ്നം കോൺഗ്രസിന് ശക്തമായ വ്യക്തമായ ദൃഢതയുള്ള ഒരു കേന്ദ്ര നേതൃത്വം ഇല്ല. അതാണ് ഒരു പ്രശ്നം. രാഹുൽ ഗാന്ധി ഇപ്പോൾ നമുക്ക് രാഹുൽ ഗാന്ധിയെ മാറ്റിയിട്ട് ഇന്ത്യ നേതാവായിട്ട് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വെക്കണമെന്ന് ആരൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? വലിയ വലിയ നേതാക്കന്മാരൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അതും കൂടെ നോക്കണം. കാരണം എന്താ? ദൗർബല്യം തന്നെയാണ് കാരണം. സംസ്ഥാനങ്ങളിൽ ഒരു കാലത്ത് നെഹ്റുവിൻ്റെയൊക്കെ കാലത്ത് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ശക്തരായ നേതാക്കന്മാരുണ്ടായിരുന്നു. കേരളത്തിൽ AK ആൻ്റണി, K കരുണാകരൻ, ഉമ്മൻചാണ്ടി, പ്രഗത്ഭരായ ശക്തരായ കരുത്തരായ നേതാക്കൾ. പക്ഷെ ഇന്ന് ആ കരുത്ത് നേതൃത്വത്തിനല്ല. ദേശീയ തലത്തിലാണെങ്കിലും ഒരു സത്യം പറയാമല്ലോ, ഈ അഖിലൊന്നും പിണങ്ങരുതേ. ഒരമ്മയും 2 മക്കളുമാണ് AICCയുടെ ആദ്യത്തെ 3 നേതാക്കൾ. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരൊക്കെ ഉള്ളൂ എന്നും കൂടി ഓർക്കണം. അതുകൊണ്ട് ശക്തമായൊരു നേതൃത്വം ഉണ്ടെങ്കിൽ മാത്രമേ ശക്തമായ സംഘടന ഉണ്ടാവൂ എന്ന കാര്യം ഇനിയുമെങ്കിലും ഓർക്കണം എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കുക. ശരി, അവസാനമായി ശ്രീ ശ്രീകുമാർ മനയിൽ, ഇന്നത്തെ ഈ കോൺഗ്രസിന്റെ ഏതൊക്കെ നേതാക്കളാണോ തുറന്നു പറച്ചിൽ നടത്തുന്നത് ചാനൽ ചർച്ചകളിൽ, അതൊരു സംഘടിതമായ ഒരു നീക്കമാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇവിടെ അഖിൽ പറഞ്ഞ കാര്യവും ഷിറാസ് ഖാൻ പറഞ്ഞ കാര്യവും നോക്കുമ്പോൾ രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ് അവരുടെ പ്രതികരണം വരുന്നത്. നേതൃത്വം ഈ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ലൈക്കുകളുടെ അടിസ്ഥാനത്തിൽ യുവ നേതാക്കളെ തെരഞ്ഞെടുക്കരുത് എന്ന്, കാര്യങ്ങളെല്ലാം ചെന്നെത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക്, ഷാഫി പറമ്പലിലേക്ക്, VD സതീശനിലേക്ക്, ഈ ഒരു അച്ചുതണ്ടിലേക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലല്ലോ. എൻ്റെ മഞ്ജുഷ, ഞാൻ ഇതിന് മറുപടി പറയാൻ എൻ്റെ വേറെ കാര്യം എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഇലക്ഷനിൽ ജയിക്കുക എന്നുള്ളതാണ് ഇനി കോൺഗ്രസിൻ്റെ മുന്നിലുള്ള കാര്യം.
അല്ലാണ്ട് ഈ ഇലക്ഷനിൽ നിന്ന് ജയിക്കാൻ കഴിയാത്ത ഒരാളെ ഒരു സ്ഥലത്ത് കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ട് അയാളെ മത്സരിപ്പിച്ചിട്ട് തോറ്റു പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തുകൊണ്ടാണ് പാലക്കാട് മത്സരിപ്പിച്ചത്? അയാൾ അവിടെ ജയിക്കുമായിരുന്നു. അയാൾ ജയിക്കും എന്നുള്ളത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിച്ചത്. ചാണ്ടി ഉമ്മനെ മത്സരിപ്പിച്ച് അയാൾ പുതുപ്പള്ളി ജയിക്കും. ഉമാ തോമസ് എൻ്റെ മണ്ഡലം തൃക്കാക്കര എന്ന് പറഞ്ഞു, ഞാൻ വോട്ട് ചെയ്യണ മണ്ഡലം. അവിടെ ഉമാ തോമസ് അല്ലാതെ വേറെ ആര് നിന്നാലും ജയിച്ചു കയറാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഉമാ തോമസ് നിർത്തിയത്. ഈ തിരഞ്ഞെടുപ്പുകൾ ജയിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി. അല്ലാണ്ട് പറഞ്ഞിട്ട് ഈ നിങ്ങളീ പറഞ്ഞ മാതിരി ഈ കുറേ അസംതൃപ്തർ എല്ലാവരെയും പരിഗണിക്കണം, എല്ലാവരെയും ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അസംതൃപ്തർ എല്ലായിടത്തും ഉണ്ടാവും. അസംതൃപ്തി ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവും. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും അല്ലാണ്ട് ഈ കോൺഗ്രസിലെ അണികളെ മുഴുവൻ സംതൃപ്തരായിക്കൊണ്ടൊരു നേതൃത്വത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ വിജയിക്കാൻ തക്ക പ്രാഗൽഭ്യമുള്ള ആളുകളെ, ജനകീയതയുള്ള ആൾക്കാരെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുക. അത് മാത്രമാണ് പാലക്കാടും ഈ പുതുപ്പള്ളിയിലും തൃക്കാക്കരയൊക്കെ ചെയ്തത്. അപ്പോൾ അതിനകത്ത് അതിൽ വിഷമമുള്ളവർ വിഷമിച്ചിരിക്കുക എന്നുള്ളതല്ലാതെ വേറെ പ്രയോജനമില്ല. എക്കാലത്ത് അങ്ങനെയായിരുന്നു. കാരണം വെച്ചാൽ കെ കരുണാകരൻ്റെ കാലത്ത് നമ്മൾ കേൾക്കാത്ത ഇപ്പോൾ എസ് കൃഷ്ണകുമാറിനെ 84 നിർത്തി അദ്ദേഹം പാർലമെന്റിലേക്ക് ഇട്ട് കേന്ദ്രമന്ത്രിയാക്കിയില്ലേ കെ കരുണാകരൻ. എസ് കൃഷ്ണകുമാർ അതിനു മുമ്പ് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പരിചയം? സാവിത്രി ലക്ഷ്മണൻ. അതൊക്കെ കോൺഗ്രസിന്റെ പഴയ ചരിത്രം അറിയാവുന്നവർക്ക് ഇതെല്ലാം അറിയാം. മഞ്ജുഷ ഒരു മിനിറ്റ് പിന്നെ മഞ്ജുഷ ഒരു മിനിറ്റ് കൂടെ ഉണ്ട്. മഞ്ജുഷ പറയാനുണ്ട്. പ്രതികരണമല്ല ഇത് നീറി പുകഞ്ഞിരുന്നത് പൊട്ടിത്തെറിച്ചതാണെന്ന് കണക്കാക്കിയാൽ മതി. ഇവിടെ ഇന്ന ആള് നിന്നാലേ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ മാത്രം മതിയോ പാർട്ടിയില്? അപ്പൊ ഇന്നലെ വരെ കിളച്ചവർ, ഇന്നലെ വരെ വെള്ളം കോരിയവർ അവരൊന്നും ഈ പാർട്ടിയിൽ വേണ്ട. ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വരിക, അയാൾ അങ്ങോട്ട് മാനിപ്പുലേറ്റ് ചെയ്യുക, സോഷ്യൽ മീഡിയയുടെ സഹായത്തോടു കൂടി കടന്നു വരിക. ഇവരൊക്കെ എങ്ങനെയാണ് നേതൃത്വത്തിലേക്ക് കടന്നു വന്നത് എന്നതിനെ കുറിച്ചൊന്ന് വിലയിരുത്തണം. ഇതിനു മുമ്പ് അനിൽകുമാറിന്റെ കാലം മുതൽ, ടി സിദ്ദീഖിന്റെ കാലം മുതൽ, VC വിഷ്ണുനാഥിന്റെ കാലം മുതൽ, ഡീൻ കുര്യാക്കോസിന്റെ കാലം മുതലൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ സംസ്ഥാന ഭാരവാഹികളായിരുന്ന പലരും ഇന്ന് എവിടെയാണ്? ഇന്ന് പാർട്ടിയുടെ ഏതെങ്കിലും ഫോറങ്ങളിൽ അവരുണ്ടോ? അപ്പൊ തന്നെ വ്യക്തി ഒതുക്കി കടന്നു, അതാണ് പാർട്ടി എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമല്ല. അതിന്റെ അമർഷം പാർട്ടിക്കകത്തുണ്ട്. നീറിപ്പുകഞ്ഞുകൊണ്ടിരുന്ന ഒന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചാണ്ടി ഉമ്മനിലൂടെ. നന്ദി. ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്, സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ചാണ്ടി ഉമ്മന് പിന്നിൽ കോൺഗ്രസിലെ സതീശൻ വിരുദ്ധരോ? അതെ എന്ന് 75% പ്രേക്ഷകർ, അല്ല എന്ന് 18%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി.